ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ പഠന ക്ലാസ്സിൽ നാം ചിന്തിച്ചത് സത്യവേദ പുസ്തകം നമുക്ക് എങ്ങനെ പഠിക്കാം, ഏതെല്ലാം തരത്തിൽ പഠിച്ചാൽ ഫലപ്രദമായി നമുക്ക് ആ കാര്യം നിർവഹിക്കാൻ സാധിക്കും എന്നത്രേ വളരെ ചുരുക്കമായി നാം ചിന്തിച്ചത്. സത്യവേദ പുസ്തകത്തിന്റെ പ്രത്യേകതകൾ നാം പഠിച്ചു. മറ്റൊരു പുസ്തകത്തോടും താരതമ്യപ്പെടുത്തുവാൻ സാധ്യമല്ലാത്ത അതുല്യമായ അനന്യമായ പുസ്തകമാണ് സത്യവേദ പുസ്തകം. വിവിധങ്ങളായ കാലഘട്ടങ്ങളിൽ, വിവിധ സാഹചര്യങ്ങളിൽ, വിവിധ ആളുകളാൽ രചിക്കപ്പെട്ടു എങ്കിലും യാതൊരു വൈരുദ്ധ്യങ്ങളുമില്ലാതെ ദൈവശ്വാസീയമായി രചിക്കപ്പെട്ടതാണ് തിരുവചനം. മറ്റൊരു പുസ്തകത്തിനും ഇല്ലാത്ത ഒരു പ്രത്യേകത നമ്മുടെ വേദപുസ്തകത്തിനുള്ളത്, വായിക്കുന്ന ഓരോരുത്തരോടും തിരുവചനം സംസാരിക്കുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ദൂതല്ല മറ്റൊരാൾ വായിക്കുമ്പോൾ ആ ആളിനെ ലഭിക്കുന്നത്. അതാണ് നമ്മുടെ വേദപുസ്തകത്തിന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വാക്യമോ ഏതെങ്കിലും ഭാഗമോ വ്യാഖ്യാനിക്കുവാൻ ഞാൻ ശ്രമിക്കില്ല. കാരണം സത്യവേദ പുസ്തകം ഓരോരുത്തരോടും പ്രത്യേകമായി സംസാരിക്കുന്നതാണ്. അതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത തന്നെ. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും ഭാഗം വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വിധത്തിലും ശരിയാകില്ല. നാം ഇവിടെ ചെയ്യുന്നത് വേദപുസ്തകം പഠിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. ഇപ്പൊ വേദപുസ്തകം എങ്ങനെ ഫലപ്രദമായി നമുക്ക് പഠിക്കാം, അതിനു വേണ്ടുന്ന ഉപാധികളും അതിന് സഹായകരമായ കാര്യങ്ങളും മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗം വ്യാഖ്യാനിക്കുവാനോ അർത്ഥം പറയുവാനോ ഞാൻ ശ്രമിക്കത്തില്ല. അത് മനുഷ്യന് അസാധ്യമാണ്. ദൈവം തമ്പുരാൻ തന്നെ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് തിരുവചനത്തിന്റെ പൊരുളുകളെ അതിൻവണ്ണം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പാപം മൂലം ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെ തന്നിലേക്ക് മടക്കി വരുത്തുവാനുള്ള ദൈവത്തിന്റെ ഇടപെടലുകളാണ് പഴയ നിയമം മുതൽ നാം കാണുന്നത്. എന്നോട് പറയാം, പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ തന്നിലേക്ക് മടക്കി വരുത്തുവാൻ ദൈവത്തിന്റെ നിരന്തരമായ ഇടപെടലുകളാണ് പഴയ നിയമം മുതൽ നാം കാണുന്നത്. പുതിയ നിയമത്തിൽ അതിന്റെ തുടർച്ചയായി ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ അവതരിപ്പിക്കുന്നതായി നാം കാണുന്നു. പഴയ നിയമം മുതലേ ഈ വേദപുസ്തകത്തിൽ പറയുന്ന പ്രതിപാദ്യം എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന്റെ രക്ഷയാണ്. അപ്പൊ അത് പഴയ നിയമത്തിൽ തുടങ്ങി പുതിയ നിയമത്തിൽ നാം കാണുന്നത് മനുഷ്യന്റെ രക്ഷയ്ക്കായി ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചു എന്നുള്ള കാര്യമാണ്. ഇപ്പൊ യേശുക്രിസ്തു ഭൂമിയിൽ വന്നതോടെ ഐഹികമല്ലാത്ത ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമായി. ഇപ്പൊ ദൈവരാജ്യം അനുഭവത്തിൽ നിലനിൽക്കുവാൻ നമ്മിലുള്ള പരിശുദ്ധാത്മാവ് നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ നാം ഇന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടു, വേദപുസ്തകം ഏതെല്ലാം രീതിയിൽ നമുക്ക് പഠിക്കാം, ഏതെല്ലാം തരത്തിൽ പഠിച്ചാൽ ഫലവത്തായി പഠിക്കുവാനായിട്ട് സാധിക്കും. പിന്നെ സത്യവേദ പുസ്തകത്തിൽ എത്ര പുസ്തകങ്ങളുണ്ട്, അത് ഏതെല്ലാം സാഹചര്യങ്ങളിൽ ആരെല്ലാമായി ഏതെല്ലാം പ്രദേശങ്ങളിൽ വെച്ച് എഴുതപ്പെട്ടു, അതിന്റെ കാര്യങ്ങളെല്ലാം നാം വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അപ്പൊ അതിനെ തുടർന്ന് ഇന്ന് പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് തുടർന്നുള്ള ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ, പഴയ നിയമ ഭാഗം കവർ ചെയ്യുന്നത് അതിന്റെ വ്യക്തമായി നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഏതെല്ലാം കാലഘട്ടത്തിൽ എത്ര നാളത്തെ ചരിത്രമാണ് പഴയ നിയമത്തിൽ പറയുന്നത്. അപ്പൊ പഴയ നിയമ ഭാഗത്ത് നാം കാണുന്നത് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് കഴിഞ്ഞ്, പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെയാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. അതിനുശേഷം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ പറയുന്ന അല്ലെങ്കിൽ പഴയ നിയമം തീരുന്ന ഭാഗം വരെയുള്ള
കാലഘട്ടം എന്ന് പറയുന്ന ഏകദേശം 2000-ൽ പരം വർഷങ്ങളാണ്. ഈ 2000-ൽ പരം വർഷങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടു. ഓരോ 500 വർഷം വീതമുള്ള കാര്യങ്ങൾ വിശദമായി പറയുകയുണ്ടായല്ലോ. ഈ 2000 വർഷത്തെ കാലമാണ് ഈ പഴയ നിയമ ഭാഗത്ത് നാം കാണുന്നത്. എന്നാൽ പുതിയ നിയമം ഭാഗത്ത് നാം കാണുന്ന 100 വർഷത്തെ ചരിത്രമാണ്. അപ്പം പഴയ നിയമ ഭാഗം 2000 വർഷത്തെ ചരിത്രം പറയുന്നു. അത് എവിടെ മുതലേ ഉള്ളൂ? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ 11 വരെയുള്ളത് പ്രീ ഹിസ്റ്റോറിക് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗമാണ്. അത് മാറ്റിയിട്ട് അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ പഴയ നിയമം തീരുന്നത് വരെ 2000 വർഷത്തെ ചരിത്രമാണ് പറയുന്നത്. പുതിയ നിയമം പറയുന്നത് 1 നൂറ്റാണ്ട് കാലത്തെയാണ്. അപ്പോൾ അങ്ങനെ ഈ 2 കാലഘട്ടങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ഇപ്പൊ പഴയ നിയമ കാലഘട്ടത്തിൽ 2000-ൽ പരം വർഷത്തെ ചരിത്രം പറയുന്നു, പുതിയ നിയമ കാലഘട്ടത്തിൽ 100 വർഷത്തെ ചരിത്രം പറയുന്നു. അതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്ന ആദ്യം ഈ ചെറിയ ഭാഗത്തെ തുടങ്ങിയിട്ട് പിന്നെ പഴയ നിയമ ഭാഗത്തേക്ക് പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം പഴയ നിയമ ഭാഗം വളരെ 2000-ൽ പരം വർഷങ്ങളെ പറ്റിയുള്ള ചരിത്രം പറയുമ്പോൾ പുതിയ നിയമം 100 വർഷത്തെ ചരിത്രം പറയുന്നു. അതുകൊണ്ട് നാം തുടർന്ന് പഠിക്കുവാൻ പോകുന്ന പുതിയ നിയമ ഭാഗമാണ്. അതിനുശേഷം നമുക്ക് പഴയ നിയമ ഭാഗത്തേക്ക് കടക്കാം. എന്നാൽ ഇൻ ബിറ്റ്വീൻ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും മധ്യേ ഒരു 400ഓളം വർഷമുണ്ട്. അപ്പൊ ആ ഒരു ഭാഗം കൂടെ ഫില്ല് ചെയ്തെങ്കിൽ മാത്രമേ ഈ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ആ ഭാഗം കൂടെ ചേർന്ന് അല്പമായി ചിന്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. പഴയ നിയമ ഭാഗം എന്ന് പറയുന്നത് 2000-ൽ പരം വർഷത്തെ ചരിത്രമാണ് പറയുന്നത്. പുതിയ നിയമഭാഗം എന്ന് പറയുന്നത് 100 വർഷത്തെ ചരിത്രഭാഗം. ഇതിനു മധ്യേ എന്ന് വെച്ചാൽ പഴയ നിയമത്തിലെ മലാഖിക്കും പുതിയ നിയമത്തിലെ ആദ്യ പുസ്തകത്തിനും മധ്യേ 400 വർഷമുണ്ട്. ഈ 400 വർഷത്തെ എന്ത് സംഭവിച്ചു എന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം വായിക്കുന്നില്ല. അപ്പൊ ആ ഭാഗത്ത് എന്ത് നടന്നു എന്നുകൂടെ പറഞ്ഞ് ഇത് തമ്മിൽ പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ഒന്ന് ബന്ധിപ്പിച്ചിട്ട് മുന്നോട്ട് പോകാം എന്നത്രേ ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോട് പഠനത്തിനായി വളരെ ശ്രദ്ധയോടെ ഇരിക്കണമേ എന്ന് ആമുഖമായി തന്നെ സൂചിപ്പിക്കുകയും ചെയ്യട്ടെ. നമുക്ക് തലകളെ വണക്കാം. നിങ്ങളുടെ പ്രിയ കർത്താവേ, അങ്ങയുടെ പ്രിയ മക്കളാ, നിങ്ങൾക്കൊരു പ്രാവശ്യം കൂടെ തിരുവചനത്തെ പറ്റി ചിന്തിക്കുവാൻ പഠിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. പ്രിയ കർത്താവെ, ഞങ്ങൾ ഏതുമില്ലാത്തവരാ, ഞങ്ങൾ കഴിവില്ലാത്തവരാ. ഞങ്ങളാൽ തന്നെ ഞങ്ങൾക്കൊന്നിനും സാധ്യമല്ല കർത്താവെ. അങ്ങയുടെ കരുണയിൽ അങ്ങയുടെ ദയയിൽ ഞങ്ങൾ പൂർണ്ണമായും ശരണപ്പെടും. പ്രിയ കർത്താവെ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം പഠിക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ അതിനുള്ള പ്രാപ്തിയെ ഞങ്ങൾക്ക് നൽകണമേ. ബലഹീന അടിയനെ പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ജയമെടുത്താട്ട് ഞങ്ങളുടെ മക്കളെയും തിരുസന സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപാ സാന്നിധ്യം കരുതുന്ന നിന്റെ മക്കളോടുകൂടി ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യത്തിന് മറവിൽ ഞങ്ങൾ ഇരുത്തിക്കാട്ടെ. പരിശുദ്ധാത്മാവിന് നിറയിൽ ഞങ്ങളെ നിലനിർത്തിക്കാട്ടെ. കർത്താവെ, അങ്ങക്ക് അഹിതമായതൊന്നും ചിന്തിക്കുവാനോ പ്രവർത്തിപ്പാനോ പറയുവാനോ ഇടയാകാതെ കൃപയിൽ പരിപാലിച്ചാട്ട് ദയിൽ കാത്തുകൊണ്ടാട്ട് സകലമാനവും മുഖത്ത് നോക്കി എന്നെ സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന ഞങ്ങളുടെ യേശു മിശിഹായുടെ നാമത്തിൽ ആമേൻ. പഴയ നിയമത്തിന്റെ തുടർച്ചയാണ് പുതിയ നിയമം. പഴയ നിയമത്തിലെ തിരുവെഴുത്തുകളുടെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിൽ നാം കാണുന്നത്. നിവർത്തിയാകേണ്ടതിന് എന്നീ പദങ്ങൾ പുതിയ നിയമത്തിൽ നമുക്ക് പലയിടത്തും കാണാം. നിവർത്തിയാകേണ്ടതിന് എന്നീ പദങ്ങൾ പുതിയ നിയമത്തിൽ നമുക്ക് പലയിടത്തും കാണാം. ഉദാഹരണമായി മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 15-ൽ നാം വായിക്കുന്നു, സകല നീതി നിവർത്തിയാകേണ്ടതിന്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവിന്റെ ക്രൂശ് മരണ സമയത്ത് കർത്താവ് ഏറ്റവും അവസാനമായി പറയുന്നു, നിവർത്തിയായി, സകലവും നിവർത്തിയായി. അപ്പം പഴയ നിയമത്തിന്റെ നിവർത്തിയാണ് പുതിയ നിയമത്തിൽ നാം കാണുന്നത്. അപ്പം പഴയ നിയമത്തിന്റെ കണ്ടിന്യൂവേഷൻ എന്ന് പറയുവാൻ അതാണ്. അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ
ദൈവം മനുഷ്യനെ രക്ഷിക്കുവാനുള്ള പദ്ധതി പഴയ നിയമത്തിൽ തന്നെ തുടങ്ങി. അതിന്റെ കണ്ടിന്യൂവേഷനാണ് പുതിയ നിയമത്തിൽ ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് നമ്മെ രക്ഷിപ്പാനായിട്ട് മുൻകൈയെടുത്തു. ഇപ്പൊ പഴയ നിയമം പറയുന്നു മശിക വരും. പഴയ നിയമത്തിൽ നാം കാണുന്നത് മശിക വരും എന്ന് പറയുമ്പോൾ, പുതിയ നിയമത്തിലെ സുവിശേഷങ്ങൾ പറയുന്നു മശിക വന്നു. പുതിയ നിയമത്തിലെ ലേഖനങ്ങൾ പറയുന്നു വന്ന കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. നാം വായിക്കുന്നു, 2-3 പേർ എവിടെ കൂടിയാലും അതിന്റെ മധ്യേ ഞാൻ ഉണ്ട് എന്ന് നാം വായിക്കുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് വീണ്ടും വരുന്നവനായ കർത്താവ്. ഒരിക്കൽ കൂടെ പറയാം, പഴയ നിയമം പറയുന്നു മശിക വരും. പുതിയ നിയമത്തിലെ സുവിശേഷങ്ങൾ പറയുന്നു മശിക വന്നു. പുതിയ നിയമത്തിലെ ലേഖനങ്ങൾ പറയുന്നു വന്ന കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. പുതിയ നിയമത്തിലെ വെളിപാട് പുസ്തകം പറയുന്നു വീണ്ടും വരുന്നവനായ കർത്താവ്. ഇപ്പൊ ഉൽപ്പത്തി മുതൽ എസ്തേർ വരെയുള്ള 17 പുസ്തകങ്ങളിലാണ് പഴയ നിയമത്തിലെ ചരിത്ര ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉൽപ്പത്തി മുതൽ എസ്തേർ വരെയുള്ള 17 പുസ്തകങ്ങളിലാണ് പഴയ നിയമത്തിലെ ചരിത്ര ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി 22 പുസ്തകങ്ങൾ ചരിത്ര കാലഘട്ടത്തിൽ എഴുതപ്പെട്ടവ എന്ന് വിശ്വസിക്കപ്പെടുന്നു. നമുക്കറിയാം, പഴയ നിയമത്തിന് ആകെ 39 പുസ്തകങ്ങളാണുള്ളത്. ഈ 39 പുസ്തകങ്ങളിൽ 17 പുസ്തകങ്ങൾ ഏത് മുതല് ഉൽപ്പത്തി മുതൽ എസ്തേർ വരെയുള്ള 17 പുസ്തകങ്ങളിലാണ് ചരിത്രങ്ങൾ പറയുന്നത്. ബാക്കിയുള്ള 22 പുസ്തകങ്ങളിൽ ഈ ചരിത്ര കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ്. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ക്രമം. ഇതിൽ ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത് ലോകത്തിന്റെ ആരംഭം, ആദ്യ മനുഷ്യരും അവരുടെ കുടുംബങ്ങളും, നോഹയുടെ കാലം, ബാബേൽ ഗോപുരം പണി, ഇത്രയും ഭാഗങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ കാണുന്നത്. ഈ ഭാഗത്തെയാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. അപ്പൊ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ. അവിടെ പറയുന്നത് ലോകത്തിന്റെ സൃഷ്ടി, ആദ്യ കുടുംബങ്ങൾ, അതുപോലെ നോഹയുടെ കാലം, ബാബേൽ ഗോപുരം പണി വരെ. അതിനുശേഷം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് നാം കാണുന്നത് യഹോവയായ ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുന്നു. ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞ് പുതിയൊരു ജനതയെ ദൈവം വിളിച്ചാക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ്. അപ്പൊ ആ 12-ാം അധ്യായത്തിലാണ് ഇസ്രായേലിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് അബ്രഹാമിനെ യഹോവയായ ദൈവം വിളിച്ച് വേർതിരിക്കുന്നത് മുതലാണ് ഇസ്രായേലിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. ഈ ചരിത്രം ബാബേൽ പ്രവാസം വരെയുള്ള ഭാഗമാണ് ഈ ഉൽപ്പത്തി പുസ്തകം അവസാനം വരെ പറയുന്നത്. അപ്പം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ നാം കാണുന്നത് ഒരു ജനതയുടെ ആവിർഭാവം. ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചു. അങ്ങനെ അബ്രഹാമും കുടുംബവും കൂടെ ആരാ വന്ന്? അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്തും. അപ്പൊ അവരിങ്ങനെ ദൈവത്തിന്റെ നിയോഗപ്രകാരം, യഹോവയായ ദൈവത്തിന്റെ നിയോഗപ്രകാരം അവർ ഇറങ്ങി പുറപ്പെട്ടു. അവരിങ്ങനെ യാത്രയാകുന്നു. അതുമുതൽ പിന്നെ നാം എസ്തേർ വരെ വായിക്കുന്നത് ഈ ജനതയുടെ ബാബേൽ പ്രവാസം വരെയുള്ള കാലഘട്ടങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് നാം നേരത്തെ കണ്ടത് ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം പറയുന്ന എസ്തേർ വരെയുള്ള പുസ്തകങ്ങൾ. എസ്തേർ വരെയുള്ള 17 പുസ്തകങ്ങളിലാണ് ഇസ്രായേലിന്റെ ചരിത്രം പറയുന്നത്. ആകെ 39 പുസ്തകങ്ങളുള്ളതിൽ ഈ 17 പുസ്തകങ്ങളിൽ ഇസ്രായേലിന്റെ ചരിത്രം പറയുന്നു. ബാക്കിയുള്ള 22 പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഈ ചരിത്ര കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ്. ഇനി നാം കാണുന്നത് പഴയ നിയമ ഭാഗത്ത് നാം നേരത്തെ കണ്ടതുപോലെ ഈ ഉൽപ്പത്തി പുസ്തകം 1 മുതൽ
11 വരെയുള്ള പ്രീ ഹിസ്റ്റോറിക് പീരീഡ് കഴിച്ചാൽ ബാക്കിയുള്ള സമയം മുതൽ എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ ബാബേൽ പ്രവാസം വരെയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ അവസാനം വരെ ഏകദേശം 2000-ൽ പരം വർഷത്തെ ചരിത്രമാണ് നാം കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ വേദഭാഗം ആണ് നമ്മുടെ പഠനത്തിനായി ഈ പഴയ നിയമഭാഗത്ത് കാണുന്നത്. അതേസമയം പുതിയ നിയമഭാഗത്ത് നാം കാണുന്ന 1 നൂറ്റാണ്ടിന്റെ ചരിത്രവുമാണ്. അപ്പോൾ ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു 400 കൊല്ലമുണ്ട് എന്ന് പറഞ്ഞാൽ മലാഖി, പഴയ നിയമത്തിലെ ഒടുവിലത്തെ പുസ്തകമായ മലാഖിക്കും അതുപോലെ പുതിയ നിയമത്തിലെ ആദ്യ പുസ്തകത്തിനും മധ്യേ 397 വർഷത്തെ ഗ്യാപ്പാണുള്ളത്. കറക്റ്റായിട്ട് പറഞ്ഞ 397. അതുകൊണ്ടാണ് 400 വർഷത്തെ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പാണ് ഈ പഴയ നിയമത്തിനും പുതിയ നിയമത്തിലെ ചരിത്രത്തിനും തമ്മിലുള്ളത്. ആ ഭാഗത്ത് എന്ത് നടന്നു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പഴയ നിയമവും പുതിയ നിയമവുമായിട്ടുള്ള ബന്ധം പൂർണ്ണമാകത്തുള്ളൂ. അപ്പൊ അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ ഈ പഴയ നിയമത്തെ സംഭവങ്ങൾ ഒരിക്കൽ കൂടെ ഒന്ന് വേഗത്തിൽ പറഞ്ഞിട്ട് ഈ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിച്ചു തുടങ്ങുന്നത് ലോകത്തിന്റെ ആരംഭം. അപ്പൊ നിങ്ങളും കൂടെ മനസ്സിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും കൂടെ ചിന്തിച്ചു പോകണം. അപ്പം കുറച്ചുകൂടെ വ്യക്തതയോട് നമുക്ക് മനസ്സിലാകും. വേദപുസ്തകം തുടങ്ങുന്നത് ലോകാരംഭത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. ആദിയിൽ ദൈവം എന്ന് തുടങ്ങിയാണ് നമ്മുടെ സത്യവേദ പുസ്തകം തുടങ്ങുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഈ ലോകാരംഭം കഴിഞ്ഞാൽ പിന്നെ നാം കാണുന്ന ആദി മനുഷ്യർ, ആദമിന്റെയും ഹൗവയുടെയും കാര്യം, അങ്ങനെ ചില കുടുംബങ്ങളെ പറ്റിയാണ് പിന്നെയുള്ളത്. അതിനുശേഷം അബ്രഹാമിനെ വിളിക്കുന്ന കാര്യം 12-ാം അധ്യായത്തിൽ നാം കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുന്ന കാര്യം നാം കാണുന്നു. അതിനുശേഷം അബ്രഹാമും കുടുംബവും പല ദേശങ്ങൾ സഞ്ചരിച്ച് കനാൻ നാട്ടിലെത്തുന്നു. അപ്പൊ അതിന്റെ ഓർഡർ എന്ന് എല്ലാവരും മനസ്സിലൊന്ന് കാണണം. ഉൽപ്പത്തി പുസ്തകം പറഞ്ഞു തുടങ്ങുന്നത് ലോകത്തിന്റെ ആരംഭത്തെ പറ്റിയാണ്. അതിനുശേഷം പറയുന്നത് ആദ്യ മനുഷ്യരെ പറ്റിയാണ്, ആദ്യ കുടുംബങ്ങളെ പറ്റിയാണ്. അതിനുശേഷം നാം കാണുന്നത് അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിക്കുന്നതായിട്ടാണ്. അങ്ങനെ അബ്രഹാമും കുടുംബവും കൂടെ ലോത്തും അവർ യാത്ര പുറപ്പെടുന്നു. അങ്ങനെ പല ദേശങ്ങൾ സഞ്ചരിച്ച് കനാൻ നാട്ടിലെത്തുന്നു. അപ്പൊ കനാനെ പോകുവാനായിട്ടാണ് ദൈവം വിളിച്ചത്. അങ്ങനെ അവർ കനാൻ നാട്ടിലെത്തുന്നു. അങ്ങനെ കനാൻ നാട്ടിൽ താമസിച്ച അബ്രഹാമിന്റെ പിൻഗാമികൾ, നമുക്കറിയാം യാക്കോബിന്റെ കാലമാകുമ്പോൾ ഈ കനാൻ നാട്ടിൽ ക്ഷാമം ഉണ്ടാകും. അങ്ങനെ ക്ഷാമത്തെ നേരിടുവാനായിട്ട് യാക്കോബിന്റെ മകനായ യോസഫ് അന്ന് മന്ത്രിയായിട്ട് മിസ്രൈമിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ക്ഷാമം പ്രമാണിച്ച് ഈ കനാൻ നാട്ടിൽ ഉണ്ടായിരുന്ന ഇസ്രയേൽ മക്കൾ മിസ്രൈമിലെത്തി. അങ്ങനെ യോസഫിന്റെ കാലഘട്ടത്തിൽ ഈ ഇസ്രയേൽ മക്കൾ മിസ്രൈമിലെത്തി. അതിനുശേഷം 430 വർഷക്കാലം ഈ ഇസ്രയേൽ മക്കൾ മിസ്രൈമിൽ താമസിക്കുവാനിടയായി. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. യഹോവയായ ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചു. അബ്രഹാമും കുടുംബവും പല ദേശങ്ങൾ കറങ്ങിയിട്ട് ഏറ്റവും ഒടുവിൽ കനാൻ നാട്ടിൽ വന്നു, അവിടെ താമസിച്ചു. അവിടെ വെച്ചാണ് സന്തതി പരമ്പരയൊക്കെ ഉണ്ടായത്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, അങ്ങനെ അബ്രഹാമിന്റെ സന്തതികൾ അവിടെ വെച്ചുണ്ടായി. അപ്പൊ യാക്കോബിന്റെ കാലം വന്നപ്പോഴാണ് കനാൻ നാട്ടിൽ ക്ഷാമം ഉണ്ടായി. അപ്പൊ അങ്ങനെ ക്ഷാമം ഉണ്ടായപ്പോൾ ആ ക്ഷാമത്തെ നേരിടുവാനായി യോസഫിന്റെ അടുത്തേക്ക് പോയതായ കാര്യമൊക്കെ നമുക്കറിയാം. അങ്ങനെ ഇസ്രയേൽ മക്കൾ യാക്കോബിന്റെ സമയത്ത് യോസഫിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ക്ഷാമത്തെ നേരിടുവാനായിട്ട് മിസ്രൈമിലെത്തി. അങ്ങനെ മിസ്രൈമിലെത്തിയ ഇസ്രയേൽ മക്കൾ മിസ്രൈമിൽ 430 വർഷം താമസിച്ചു. ഈ സമയം യോസഫിനെ അറിയാൻ വയ്യാത്ത രാജാക്കന്മാരും ഇസ്രയേമിൽ രാജാവായി വന്നു. അപ്പൊ യോസഫ് ഉള്ള കാലഘട്ടത്തിൽ പ്രശ്നമില്ലായിരുന്നു, കാരണം യോസഫ് അവിടുത്തെ മന്ത്രിയായിരുന്നു, കാര്യങ്ങളൊക്കെ നടത്തി. എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ യോസഫിനെ അറിയാൻ പാടില്ലാത്ത
രാജാക്കന്മാർ മിസ്രൈമിലെ രാജാവായി. അന്ന് മുതലാണ് ഇസ്രായേൽ മക്കൾക്ക് പ്രയാസമുണ്ടായി അവർ പ്രവാസികളായി അവിടുത്തെ അടിമവേല ചെയ്യുവാനായിട്ട് തുടങ്ങി. അങ്ങനെ 430 വർഷം മിസ്രൈമിൽ ഇസ്രായേൽ മക്കൾ യാതനകൾ അനുഭവിച്ചു. ഏറ്റവും ഒടുവിലായി അവരെ അവിടെ നിന്ന് വിടിവിപ്പാനായി മോശയെ ദൈവം നിയോഗിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാം, ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ 430 വർഷത്തെ യാതനകൾക്ക് ശേഷം മോശ ഈ ജനത്തെ അവിടെ നിന്ന് വിടുവിച്ച് കനാൻ നാട്ടിലേക്ക് അവരെ നയിച്ചു കൊണ്ടുപോകുന്നു. 40 വർഷത്തോളം അവരെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ഒടുവിൽ മോശയുടെ നെക്സ്റ്റ് അല്ലെങ്കിൽ അടുത്ത ആളായ യോശുവയുടെ നേതൃത്വത്തിൽ ഈ ജനം കനാൻ നാട്ടിലെത്തി അവിടെയുള്ള ജനങ്ങളെ തോൽപ്പിച്ച് കനാൻ നാട്ടിൽ താമസമാകും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, യഹോവയായ ദൈവം അബ്രഹാമിനെയും കുടുംബത്തെയും വിളിച്ച് വേർതിരിച്ചു. അബ്രഹാമും കുടുംബവും പല ദേശങ്ങൾ ചുറ്റി ഒടുവിൽ കനാൻ നാട്ടിലെത്തി. കനാൻ നാട്ടിൽ ക്ഷാമം വന്നപ്പോൾ അബ്രഹാമിന്റെ മകനായ അബ്രഹാമിന്റെ മകൻ എന്ന് പറയുന്നത് യാക്കോബ്, ഇസഹാക്കിന്റെ മകനായ യാക്കോബ്. ഈ യാക്കോബിന്റെ സമയമായപ്പോഴേക്കും ഈ കനാൻ നാട്ടിൽ ക്ഷാമം ഉണ്ടായി. ആ ക്ഷാമത്തെ നേരിടുവാനായി യോസഫിന്റെ അടുത്ത് അഥവാ മിസ്രൈമിലേക്ക് ഇസ്രായേൽ മക്കൾ പോയി അവിടെ താമസമായി. അതിനുശേഷം യോസഫിനെ അറിയാൻ പാടില്ലാത്ത രാജാവ് മിസ്രൈമിൽ രാജാവായി. അങ്ങനെ ഈ ഇസ്രായേൽ മക്കൾ അവിടുത്തെ അടിമകളായി. അങ്ങനെ 430 വർഷം ഇവർ അടിമകളായി മിസ്രൈമിൽ താമസിച്ചു. അതിനുശേഷം അവരുടെ നിലവിളി കേട്ട് യഹോവയായ ദൈവം അവരെ അവിടെ നിന്ന് വിടുവിക്കുവാൻ താല്പര്യം കാട്ടി. അങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ അവരവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. 40ഓളം വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് യോശുവയുടെ നേതൃത്വത്തിൽ അവർ വീണ്ടും കനാൻ നാട്ടിലെത്തി അവിടെ താമസമാക്കി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. തുടർന്ന് ഇവരെ നിയന്ത്രിച്ചതും നയിച്ചതും പല ഗ്രൂപ്പുകാരാണ്. അപ്പൊ അതുവരെ ഇവരുടെ നായകന്മാരെന്ന് പറയുന്നത് ഈ അബ്രഹാമെ അല്ലെങ്കിൽ അബ്രഹാമിന്റെ മക്കള്, ആ ഒരു രീതിയിലാണ് അതുവരെയും വന്നത്. പിന്നെ മോശ, പിന്നെ യോശുവ. അപ്പൊ ഇത്രയും ആളുകളുടെ നേതൃത്വത്തിലാണ് ഈ ജനം ഇവിടം വരെ വന്നത്. കനാൻ നാട്ടിലേക്ക് വീണ്ടും വന്നു. അതിനുശേഷം അവരെ നിയന്ത്രിച്ചത് ന്യായാധിപന്മാരായിരുന്നു. അതിനുശേഷം പ്രവാചകന്മാർ വന്നു. അതിനുശേഷം രാജാക്കന്മാര് ഇവർക്ക് നേതൃത്വം നൽകി. അപ്പം യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ നാട്ടിൽ താമസമാക്കിയ ജനം അവര് പിന്നീട് അവരെ നയിച്ചുകൊണ്ടിരുന്നത് ന്യായാധിപന്മാരും പ്രവാചകന്മാരും ഒക്കെ ആയിരുന്നു. ഈ സമയത്താണ് ജനം പറയുന്നത്, മറ്റുള്ള ജാതികളെ പോലെ ഞങ്ങൾക്കും രാജാവിനെ വേണം. അങ്ങനെ ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് പിന്നെ രാജാക്കന്മാര് ഭരണം ആരംഭിക്കുന്നത്. അപ്പൊ അതുവരെ രാജാക്കന്മാരില്ലായിരുന്നു. ഇങ്ങനെയുള്ള നേതാക്കന്മാരായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ തങ്ങൾക്ക് രാജാവിനെ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടപ്പോൾ ദൈവം അവർക്ക് രാജാക്കന്മാരെ നൽകി. ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായിരുന്നു ശൗല്, രണ്ടാമത്തെ രാജാവ് ദാവീദ്, മൂന്നാമത്തെ രാജാവ് ശലോമോൻ, നാലാമത്തെ രാജാവ് എന്ന് പറയുന്നത് രഹോബെയാം. എന്നോട് പറയാം, രാജാക്കന്മാര് ഈ ഇസ്രായേൽ മക്കളെ ഭരിക്കുന്നതിന് മുൻപ് ഇവരെ നയിച്ചു കൊണ്ടിരുന്നത് ന്യായാധിപന്മാരും. ആകെ 15 ന്യായാധിപന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. ന്യായാധിപന്മാര്, അതിനുശേഷം പ്രവാചകന്മാര്, അതിനുശേഷം രാജാക്കന്മാർ. ഈ രാജാക്കന്മാരെ വേണമെന്ന് ദൈവത്തോട് ജനം ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം ദൈവം പറഞ്ഞത് ശരിയല്ല, ഇങ്ങനെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞെന്നാൽ ജനങ്ങളുടെ നിർബന്ധം മൂലം ദൈവം അതിന് അനുവദിച്ചു. അങ്ങനെ ഒന്നാമത് ശൗൽ രാജാവായി. ശൗലിന് ശേഷം ദാവീദ് രാജാവായി. ദാവീദിന് ശേഷം ദാവീദിന്റെ മകനായ ശലോമോൻ രാജാവായി. ശലോമോന് ശേഷം ശലോമോന്റെ മകനായ രഹോബെയാം രാജാവായി. ഈ രഹോബെയാമിന്റെ കാലം വരെ ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് 12 ഗോത്രമുള്ള ഫുൾ സ്ട്രെങ്ത് ആയിരുന്നു. നമുക്കറിയാം, ഇസ്രായേൽ ആകെ 12 ഗോത്രങ്ങളാണുള്ളത്. ഈ 12 ഗോത്രങ്ങളുള്ള രാജ്യമായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ രാജ്യമായിരുന്നു രഹോബെയാമിന്റെ കാലം വരെ. രഹോബെയാം എന്ന് പറയുന്നത്
ശലോമോന്റെ മകൻ. ഇപ്പൊ രഹബയാമിന്റെ കാലം വന്നപ്പോൾ അന്നത്തെ ഒരു ഭാഗം ആളുകള്, പ്രായമുള്ള ആളുകള് രാജാവിനെ വന്നിങ്ങോട്ട് പറഞ്ഞു, ഈ ഇസ്രയേൽ ദേവാലയം പണിക്കും കാര്യങ്ങൾക്കുമായി നിന്റെ പിതാവായ ശലോമോൻ കുറേയേറെ ടാക്സ് ഒക്കെ ഞങ്ങൾക്ക് ചുമത്തിയിരുന്നു. ഇപ്പം പണികളൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ദേവാലയം പണിയൊക്കെ കഴിഞ്ഞു, ഇനി ആ ടാക്സ് കുറച്ച് തരണം എന്ന് അവര് രാജാവായ രഹോബിയാമിനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ രഹോബിയാം പറഞ്ഞ് ഞാനൊന്ന് ആലോചിക്കട്ടെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, എന്നാലും ഒരിക്കൽ കൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നുള്ളേ ഉള്ളൂ. അപ്പോ ഈ രാജാവ് രണ്ടു കൂട്ടരോട് ചോദിച്ചു, തന്നോട് കൂടെ കളിച്ചു വളർന്ന ചെറുപ്പക്കാരോട് ചോദിച്ചു, ഇതുപോലെ ഇങ്ങനെ ആവശ്യം വന്നിരിക്കുന്നു, ഞാൻ എന്തുത്തരം പറയണം? അപ്പൊ അവര് പറഞ്ഞു കൊടുത്തു, കുറയ്ക്കുകയൊന്നും അല്ല, കൂട്ടാനാ പരിപാടി എന്ന് പറയാൻ പറഞ്ഞു. അതേസമയം അവിടുത്തെ പ്രായമുള്ള പക്വതയുള്ളവർ പറഞ്ഞു, അവര് പറഞ്ഞത് ന്യായമാണ്, ഇപ്പോൾ ദേവാലയം പണിയൊന്നും ഇല്ലല്ലോ, കുറച്ചു കൊടുക്കണം. എന്നാൽ ഒടുവിൽ രാജാവ് ജനത്തോട് അല്ലെങ്കിൽ വന്നവരോട് പറഞ്ഞത് ഈ ചെറുപ്പക്കാര് പറഞ്ഞ അഭിപ്രായം, കുറയ്ക്കത്തില്ല, കൂട്ടാനാ പരിപാടി. അതോടുകൂടി രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. നബാത്തിന്റെ മകനായ യൊരബയ എന്ന ആളിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം വടക്കേ രാജ്യമായി മാറ്റപ്പെട്ടു. നബാത്തിന്റെ മകനായ യൊരബയ. നേരത്തെ ഉണ്ടായിരുന്ന രാജാവിന്റെ പേര് രഹബയ. ഇപ്പോഴ് അതിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു കൂട്ടരുമായിട്ട് വന്ന ആളിന്റെ പേരാണ് നബാത്തിന്റെ മകനായ യൊരബയ. ഈ യൊരബയാമിന്റെ നേതൃത്വത്തിൽ ഈ രാജാവിനെതിരായിട്ട് 10 ഗോത്രങ്ങൾ ഉൾപ്പെട്ട ഒരു ഭാഗം വടക്കേ രാജ്യമായിട്ട് അങ്ങ് മാറി. അതിനാണ് പിന്നീട് ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെട്ടത്. ബാക്കിയുള്ള 2 ഗോത്രങ്ങൾ മാത്രമേ ആർക്ക് കിട്ടിയുള്ളൂ? നിലവിലുണ്ടായിരുന്ന രഹോബയാമിന് കിട്ടിയുള്ളൂ. ആ ഭാഗത്തിന് തെക്കേ രാജ്യം അഥവാ യഹൂദ എന്ന് പേരായി. അപ്പൊ അങ്ങനെ 12 ഗോത്രങ്ങൾ ഉണ്ടായിരുന്ന ഈ വലിയ രാജ്യം ഈ രഹോബയാമിന്റെ കാലത്ത് രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. വടക്കേ രാജ്യം 10 ഗോത്രങ്ങൾ ഉള്ളതിന് പേര് ഇസ്രായേൽ എന്നും, തെക്കേ രാജ്യം 2 ഗോത്രങ്ങൾ ഉള്ളതിന് യഹൂദ എന്നും പേരായി. ഇങ്ങനെ 2 രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു. പിന്നെ നാം കാണുന്നത് തെക്കേ രാജ്യമായ ഈ യഹൂദ ദാവീദിന്റെ സന്തതിയിൽപ്പെട്ട ആളുകളാണ് പിന്നീട് ഭരണം നടത്തിയത്. ദാവീദിന്റെ സന്തതിയിൽപ്പെട്ട ആളുകൾ. അതിനുശേഷം എന്നാൽ ഒരു മിനിറ്റ്, എന്നാൽ വടക്കേ രാജ്യമായ ഇസ്രയേൽ ഭരിച്ചത് ഈ യൊരബയാമിന്റെ സന്തതി പരമ്പരയല്ല. അത് ഈ വംശങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരുന്നു. അപ്പൊ അതുകൂടെ നമ്മുടെയൊക്കെ ശ്രദ്ധയിലിരിക്കണം. അപ്പം ഈ ദാവീദിന്റെ കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്ന തെക്കേ രാജ്യമായ യഹൂദയ, അവിടെ അതാണ് ദാവീദിന്റെ സന്തതികൾ ഭരണം നടത്തിയത്. ആ ഒരു 2 ഗോത്രങ്ങൾ മാത്രമുള്ള യഹൂദയെ പിന്നീടും ഭരിച്ചത് ദാവീദിന്റെ സന്തതികൾ തന്നെ. എന്നാൽ തെറ്റിപ്പിരിഞ്ഞ ഈ വടക്കേ രാജ്യമായ അല്ലെങ്കിൽ 10 ഗോത്രങ്ങളുള്ള ഇസ്രായേൽ പിന്നെ ഭരിച്ച വിവിധങ്ങളായ ആളുകളായിരുന്നു, പല ഗോത്രക്കാര്. ഈ യൊരബയാം ആരംഭത്തിൽ ഭരിച്ചുവെങ്കിലും പിന്നീട് വന്നവരെല്ലാം അതിന്റെ കണ്ടിന്യൂഷൻ അല്ല. അപ്പൊ അങ്ങനെ 2 രാജ്യമായി അവരിങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരുന്നു. വടക്കേ രാജ്യമായ ഇസ്രായേൽ 10 ഗോത്രങ്ങൾ, തെക്കേ രാജ്യമായ യഹൂദ 2 ഗോത്രങ്ങൾ. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ രാജാക്കന്മാർ ദൈവസന്നിധിയിൽ നിന്ന് അകലുവാനായിട്ട് തുടങ്ങി. കുറെ നാള് ഇവര് ദൈവത്തേക്ക് അറിഞ്ഞു ജീവിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയും ഒക്കെ രാജാക്കന്മാർക്ക് കുറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ജനങ്ങളും ദൈവത്തിൽ നിന്ന് അകലുവാനായിട്ട് തുടങ്ങി. അപ്പം രാജാക്കന്മാർ ആദ്യമൊക്കെ ദൈവഭക്തിയിലൊക്കെ നിന്നു വന്നാൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവരൊക്കെ ആയിരുന്നു. എന്നാൽ അതിനുശേഷം നാം കുറെ കഴിയുമ്പോൾ നാം കാണുന്നത് ദൈവസന്നിധിയിൽ നിന്ന് അവരെ മാറ്റപ്പെടുവാനായിട്ടിടയായി. അതോടൊപ്പം തന്നെ ജനങ്ങളും ദൈവ സന്നിധിയിൽ നിന്ന് മാറുവാനിടയായി. ഈ സമയം ജനതയെ കറക്റ്റ് ചെയ്യുവാനായിട്ട് ശത്രു രാജ്യങ്ങൾ അവിടേക്ക് വന്നവരെ അടിമകളാക്കി. അപ്പം 2 രാജ്യങ്ങൾ, 10 ഗോത്രമുള്ള യെരുശലേം എന്ന് പറയുന്നത്, ഇസ്രായേൽ എന്ന് പറയുന്ന വടക്കേ രാജ്യം, 2 ഗോത്രങ്ങളുള്ള
യഹൂദ എന്ന് പറയുന്ന തെക്കേ രാജ്യം. അങ്ങനെ കുറെ നാൾ മുന്നോട്ട് പോയപ്പോൾ ഈ ജനവും രാജാവും ഒക്കെ ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയി എന്ന് കണ്ടപ്പോൾ അവരുടെ നേരെ ആര് വന്നു? ശത്രുക്കൾ അവരെ ആക്രമിക്കുവാനായിട്ട് വന്നു. അങ്ങനെ വടക്കേ രാജ്യമായ ഇസ്രായേലിനെ അസൂര് കീഴടക്കി. അസൂർ. തെക്കേ രാജ്യമായ യഹൂദ ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് പോയി. അപ്പം ഈ രണ്ട് രാജ്യങ്ങളും രണ്ട് വിദേശ ശക്തികൾക്ക് അധീനരായിപ്പോയി. വടക്കേ രാജ്യമായ ഇസ്രായേൽ അസൂരിന്റെ കീഴിലും തെക്കേ രാജ്യമായ യഹൂദ ബാബിലോണിന്റെ അടിമത്തത്തിലേക്കും പോയി. അത് BC 587. അങ്ങനെ ബാബിലോണിൽ അടിമകളായി ഇസ്രയേൽ മക്കളെ കൊണ്ടുപോകപ്പെട്ടു. അതാണ് ബാബിലോൺ പ്രവാസം എന്ന് നാം അറിയുന്നത്. അപ്പോൾ ബാബിലോൺ രാജാവായിരുന്ന നെബൂഖദ്നേസർ ഈ ഇസ്രയേലുകളെ അല്ലെങ്കിൽ യഹൂദ ജനത്തെ തോൽപ്പിച്ച് അവരുടെ ദേവാലയമായ യെരുശലേം ദേവാലയം നശിപ്പിച്ച് ഇവരെ എല്ലാം പ്രവാസികളായിട്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അത് കൊണ്ടുപോയത് തെക്കേ രാജ്യമായ യഹൂദയിലെ ജനങ്ങൾ. വടക്കേ രാജ്യമായ ഇസ്രയേലിലെ ജനങ്ങളെ അസൂർ രാജാവ് തോൽപ്പിച്ച് അസൂറിലേക്ക് കൊണ്ടുപോയി. മനസ്സിലായി? അപ്പം രണ്ട് കൂട്ടത്തിലും ഉള്ളവരെയും ആ രാജ്യങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ ഇസ്രയേലിന്റെ അല്ലെങ്കിൽ തെക്കേ രാജ്യത്തായിരുന്നു ദേവാലയം. അപ്പം ബാബിലോണിയ രാജാവായിരുന്ന നെബൂഖദ്നേസർ തെക്കേ രാജ്യമായ യഹൂദയെ ആക്രമിച്ചു. അവിടെയുള്ള ജനങ്ങളെ പിടിച്ചുകൊണ്ട് ബാബിലോണിൽ പ്രവാസികളായിട്ട് കൊണ്ടുപോയി. അതേസമയം തന്നെ യെരുശലേം ദേവാലയം നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 70ഓളം വർഷം ഈ ഇസ്രയേൽ മക്കൾ പ്രവാസികളായി വിവിധ സ്ഥലങ്ങളിൽ താമസിച്ചു. അപ്പൊ ബാബിലോണിയൻ പ്രവാസ കാലം എന്ന് പറയുന്നത് 70 വർഷം. അപ്പോഴങ്ങനെ 70 വർഷക്കാലം ബാബിലോണിൽ പ്രവാസികളായി യഹൂദ ജനത്തിന് താമസിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഈ സമയം നാം ഒരു കാര്യം കൂടെ ഓർക്കണം. ഈ ദാനിയേല്, ശദ്രക്ക്, മേശക്ക്, അബേദനഗോ ഇവരെ പറ്റി നമുക്കറിയാം. ഇവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഇസ്രയേൽ മക്കളെ പിടിച്ചുകൊണ്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോകപ്പെട്ട ഗ്രൂപ്പിൽപ്പെട്ട ആളുകളായിരുന്നു അവര്. എന്നിട്ട് പറയാം, ഈ ഇസ്രയേൽ മക്കളെ ബാബിലോണിലേക്ക് പ്രവാസികളായിട്ട് കൊണ്ടുപോയപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ചെറുപ്പക്കാരായിരുന്നു ദാനിയേലും ശദ്രക്ക്, മേശക്ക്, അബേദനഗോ എന്നീ ആളുകൾ. പിന്നീട് ഈ ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണുന്ന കാര്യങ്ങളെല്ലാം ഇവർ ബാബേൽ പ്രവാസത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളാണ്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പം ദാനിയേലും ഈ ശദ്രക്കും മേശക്കും ഒക്കെ പ്രവാസികളായി ബാബിലോണിലേക്ക് പോയ കൂട്ടത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അങ്ങനെ അവര് 70 വർഷക്കാലം ബാബിലോണിൽ പ്രവാസികളായി താമസിച്ചു. അതിനുശേഷം ഈ ബാബിലോണിനെയും അസൂരിനെയും ഈ രണ്ട് ഭാഗത്തും ഇസ്രായേൽ മക്കളുണ്ട്. അപ്പൊ അസൂരിൽ ആരാ ഉള്ളത്? വടക്കേ രാജ്യമായ ഇസ്രായേലിൽ താമസിച്ച യഹൂദന്മാർ. ഈ ബാബിലോൺ ഉണ്ടായിരുന്നത് തെക്കേ രാജ്യമായ യഹൂദയിൽ താമസിച്ച യഹൂദന്മാർ. അപ്പൊ ഈ രണ്ട് കൂട്ടരെയും രണ്ട് വിദേശ രാജ്യങ്ങളാണ് അധീനത്തിലാക്കിയത്. വടക്കേ രാജ്യം അധീനമാക്കിയത് അസൂര്, തെക്കേ രാജ്യമായ യഹൂദ അധീനമാക്കിയത് ബാബേൽ. അപ്പൊ അങ്ങനെ 70 വർഷക്കാലത്തിന് ശേഷം ഈ രണ്ട് പ്രദേശങ്ങളെയും വേറൊരു അധീന ശക്തിയുടെ കീഴിലായി. അതാണ് പേർഷ്യൻ രാജാവ്. പേർഷ്യൻ രാജാവായ കോരശ് അഥവാ സൈറസ് ഈ ബാബേൽ കീഴടക്കി അവിടുത്തെ ആധിപത്യം ഏറ്റെടുത്തു. അപ്പോൾ ഈ ഇസ്രയേൽ മക്കളെ ബാബിലോണിലേക്കും അസൂരിലേക്കും പ്രവാസികളായിട്ട് കൊണ്ടുപോയി. 70 കൊല്ലത്തിന് ശേഷം ഈ രണ്ട് രാജ്യങ്ങളെ ആര് കീഴടക്കി? പേർഷ്യൻ രാജാവായ കോരശ് കീഴടക്കി. അങ്ങനെ കോരശ് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം എന്തോ ചെയ്തെന്നറിയാവോ? അവര് നോക്കിയപ്പോൾ തങ്ങളുടെ ദേശത്ത് പ്രവാസികളായിട്ട് ഒരു കൂട്ടം ആളുകളുണ്ട്. അതാരാ? യെരുശലേമിൽ വന്ന യഹൂദന്മാര്. അവരെല്ലാം മടങ്ങി സ്വന്തം രാജ്യത്തേക്ക് പോകുവാൻ ഈ കോരശ് ഉത്തരവിട്ടു. അപ്പം പേർഷ്യൻ രാജാവായ കോരശ് ഈ പ്രവാസികളായി ബാബേലിലും അസൂരിലും ഉണ്ടായിരുന്നവര് തിരിച്ചു പോകുവാനുള്ള അനുവാദം കൊടുത്തു. അങ്ങനെ
തിരിച്ചു കുറെ പേര് തിരിച്ചു പോയി എന്ന് പറഞ്ഞാൽ ആദ്യം സെരൂബാബേലിന്റെ നേതൃത്വത്തിൽ 50,000 പേര് തിരികെ പോയി. സെരൂബാബേലിന്റെ നേതൃത്വത്തിൽ 50,000 പേര് യെരുശലേമിലേക്ക് പോയി. അവിടെ പോയി ദേവാലയം പണി ആരംഭിച്ചു. അപ്പൊ അനുവദിച്ചതാരാ? പേർഷ്യൻ രാജാവായ കോരശ് അഥവാ സൈറസ്. അപ്പൊ സൈറസ് ആണ് ഈ യഹൂദന്മാർക്ക് തിരികെ സ്വന്തം നാട്ടിൽ പോകാനുള്ള അനുവാദം കൊടുത്തു. അങ്ങനെ സ്വന്തം നാട്ടിൽ പോവുക മാത്രമല്ല, പിന്നെയോ അവരുടെ ദേവാലയം പണിയുള്ള അനുവാദവും കൊടുത്തു. വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്ത ആളായിരുന്നു ഈ പേർഷ്യൻ രാജാവായ കോരശ്. അപ്പൊ അങ്ങനെ കോരശിന്റെ കാലഘട്ടത്തിൽ പ്രവാസികളായിരുന്ന യഹൂദാജനം സ്വന്തം ദേശമായ യെരുശലേമിലേക്ക് പോയി. സെരൂബാബേലിന്റെ നേതൃത്വത്തിൽ 50,000 പേരാണ് ആദ്യം പോയത്. അങ്ങനെ 50,000 പേര് പോയി ഈ യെരുശലേം ദേവാലയം പണി ആരംഭിച്ചു. ഈ പണി ആരംഭിച്ചപ്പോൾ പല പ്രയാസങ്ങളും ഉണ്ടായി എന്ന് നമുക്കറിയാം. ആ ഭാഗമൊക്കെ ദേവാലയം പണി തുടങ്ങിയപ്പോൾ ലോക്കലായിട്ടുള്ള ആളുകളൊക്കെ എതിർത്തു. എന്നാലും പണി മുന്നോട്ട് കൊണ്ടുപോയി. അതിനുശേഷം എസ്രാ ശാസ്ത്രി 2000 പേരുമായി വന്ന് യെരുശലേം ദേവാലയത്തിൽ ആരാധന തുടങ്ങി. എന്നിവിടെ പറയാം, ഈ ബാബേൽ പ്രവാസത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ബാബേലിന്റെ അധികാരം പേർഷ്യൻ രാജാവായ കോരശ് അഥവാ സൈറസ് ഏറ്റെടുത്തു. സൈറസ് യെരുശലേമിന്റെ ബാബേലിന്റെ അധികാരത്തിൽ വന്നപ്പോൾ അവിടെ പ്രവാസികളായിരുന്ന യഹൂദാജനത്തെ സ്വന്തം നാട്ടിലേക്ക് പോകാനുള്ള അനുവാദം കൊടുക്കുകയും അവരുടെ നാട്ടിൽ പോയി പള്ളി പണിയാനുള്ള ഒരു അനുവാദവും കൂടെ നൽകി. അങ്ങനെ സെരൂബാബേലിന്റെ നേതൃത്വത്തിൽ 50,000 ആളുകൾ ആദ്യത്തെ ഒരു ട്രിപ്പായിട്ട് അവർ യെരുശലേമിലേക്ക് പോയി ദേവാലയം പണി ആരംഭിച്ചു. അതിനുശേഷം എസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ 2000-ഓളം ആളുകൾ ചെന്ന് അവിടെ ആരാധന ആരംഭിച്ചു. അതിനുശേഷം 12 വർഷങ്ങൾക്ക് ശേഷം നാം കാണുന്ന നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ, നെഹമ്യാവ് എന്ന് പറയുന്ന ആള് നേരത്തെ ശൂഷൻ രാജധാനിയിൽ പാനപാത്രവാഹകനായിരുന്നു. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ വടക്കേ രാജ്യമായ ഇസ്രായേലിനെ കൊണ്ടുപോയത് അസൂരുകാരാണ്. അസൂരിന്റെയും അതുപോലെ തെക്കേ രാജ്യമായ യഹൂദയെ കൊണ്ടുപോയത് ബാബേലുകാരാണ്. ഈ 2 രാജ്യങ്ങളെ ആര് കീഴടക്കി? പേർഷ്യൻ രാജാവായ കോരശ് കീഴടക്കി. അപ്പൊ അങ്ങനെ കീഴടക്കി കഴിഞ്ഞപ്പോൾ അതിന് പൊതുവായ ഒരു തലസ്ഥാനമുണ്ടായി. അതാണ് ശൂഷൻ അല്ലെങ്കിൽ സൂസ. സൂസ എന്ന പ്രദേശത്ത് രണ്ടിനും കൂടെ ചേർന്നുള്ള ഒരു തലസ്ഥാനം ഉണ്ടായി, ഒരു രാജധാനിയൊക്കെ ഉണ്ടായി. ആ രാജധാനിയിലെ പാനപാത്രവാഹകനായിരുന്നു ഈ നെഹമ്യാവ്. അപ്പൊ അങ്ങനെ നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ വേറൊരു അല്ലെങ്കിൽ നെഹമ്യാവും കൂടെ 12 വർഷങ്ങൾക്ക് ശേഷം ഈ യെരുശലേമിൽ വന്നു. ഈ മതില് പണി നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ 52 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ, ഈ പ്രവാസികളായ ഒരു വിഭാഗം ആളുകൾ അങ്ങനെ മടങ്ങി യെരുശലേമിലേക്ക് വന്നു. അവിടെ ദേവാലയം പണിഞ്ഞു, അവിടെ ആരാധന പുനരാരംഭിച്ചു, ദേവാലയത്തിന് ചുറ്റുമുള്ള മതിലും പണിഞ്ഞു. ഈ സമയത്ത് പോകാത്ത കുറെ ആളുകളുണ്ടായിരുന്നു. ഈ പ്രവാസികളായ വന്ന എല്ലാവരും തിരിച്ചു പോയില്ല. അങ്ങനെ ഈ അസൂരിലും ബാബേലിലുമൊക്കെ കുറെ ആളുകളെ പിന്നെ അവരെ നിലനിന്നു. എല്ലാവരും തിരികെ പോയില്ല. അങ്ങനെ നിലനിന്നവർക്ക് പ്രയാസമുണ്ടായപ്പോൾ അവർക്ക് വേണ്ട സഹായം ചെയ്യുവാനായിട്ടാണ് ദൈവം എസ്തേറിനെ അവിടെ ആക്കി വെച്ചത്. ഇപ്പൊ എസ്തേർ എന്ന് പറയുന്നത് ശൂഷൻ രാജധാനിയിലെ ആളാ, അവിടുത്തെ രാജ്ഞിയായിരുന്നു. ശൂഷൻ എന്ന് പറയുന്ന മനസ്സിലായല്ലോ, ശൂഷൻ എന്ന് പറയുന്ന ഏതാണ്? ഈ രണ്ടിന്റെയും കൂടെ തലസ്ഥാന നഗരിയിലെ രാജധാനി. അപ്പം മടങ്ങിപ്പോകാതെ അവിടെ തന്നെ നിലനിന്നിരുന്ന യഹൂദന്മാർക്ക് പ്രയാസമുണ്ടായപ്പോൾ അവരെ സഹായിക്കുന്ന കാഴ്ചയാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ നാം കാണുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം കണക്ഷൻ മനസ്സിലായോ? ഇപ്പൊ ദാവീദ് നേരത്തെ പറഞ്ഞല്ലോ, ഈ ശദ്രക്ക്, മേശക്ക്, അബേദനഗോ, ദാനിയേല്, ഇത്രയും ആളുകളെ ഏത് കോണ്ടക്സ്റ്റിലാണെന്ന് മനസ്സിലായല്ലോ. ബാബേൽ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ കൂട്ടത്തിൽപ്പെട്ടവരവര്. ഇപ്പൊ ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്ന ചരിത്രമൊക്കെ ഇവിടുത്തെ ചരിത്രമോ? ബാബേലിലെ ചരിത്രമോ?
മനസ്സിലാകുന്നല്ലോ. ബാബേലിലെ ചരിത്രമാണ് അതിൽ പറയുന്നത്. അപ്പൊ Yes. എസ്തേറിന്റെ സ്ഥാനം എവിടാണെന്നാ ഇപ്പൊ പറഞ്ഞത്? പോകാതിരുന്ന ബാക്കിയുള്ള ആൾക്കാർക്ക് ആ, പ്രയാസം ഉണ്ടായപ്പോൾ ദൈവം അവരെ രക്ഷിക്കാൻ വേണ്ടി നിയോഗിച്ച ആളാണ് എസ്തേർ. ഇപ്പൊ Yes. പിടികിട്ടിയല്ലോ. Yes. ഇതിന്റെ എല്ലാം കോണ്ടെക്സ്റ്റ് ഏകദേശമൊക്കെ എന്റെ ലിങ്ക് മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെ എസ്തേറിന്റെ പ്രസക്തി അവിടെ. ഈ തിരിച്ചു പോകാത്ത ആളുകൾക്ക് പ്രയാസം ഉണ്ടായപ്പോൾ അവരെ സഹായിക്കുവാൻ ദൈവം നിയോഗിച്ച ആളാണ് എസ്തേർ. അപ്പൊ Esther. അങ്ങനെ ഈ ഇസ്രയേൽ മക്കള് പ്രവാസികളായിരുന്ന ആളുകള് ഭൂരിഭാഗവും എവിടേക്ക് മടങ്ങി വന്നു? യെരുശലേമിലേക്ക് മടങ്ങി വന്നു. യെരുശലേം ദേവാലയം പണിഞ്ഞു. പിന്നെ അവിടെ എസ്രായുടെ നേതൃത്വത്തിൽ ആരാധന ആരംഭിച്ചു. അതിനുശേഷം നെഹമ്യാവ് വന്ന് അവിടുത്തെ മതിൽ പണിയും പൂർത്തിയാക്കി. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, പഴയ നിയമഭാഗത്ത് പറയുന്നത്. മനസ്സിലായല്ലോ. പഴയ നിയമഭാഗത്ത് മലാഖി വരെയുള്ള ഭാഗത്ത് പറയുന്ന ഇത്രയും ചരിത്രമാണ്. ഇവിടം വരെയാ പ്രവാസികളായിരുന്ന യഹൂദാജനം ഇവിടെ വന്നു, യെരുശലേമിൽ വന്ന് ദേവാലയം പണിഞ്ഞു, മതിലും പണിഞ്ഞു, ദൈവത്തെ ആരാധിക്കുന്ന ഭാഗം വരെയാണ് പഴയ നിയമം. മലാഖി വരെയുള്ള പഴയ നിയമം. ഈ ചരിത്രം പറയുന്ന ഇവിടം വരെ ഉള്ളൂ, എസ്തേർ വരെ ഉള്ളൂ. ഉൽപ്പത്തി മുതൽ എസ്തേർ വരെയാണ് ഈ ചരിത്രം പറയുന്നത്. ആ 17 പുസ്തകങ്ങളിലാണ് ചരിത്രം പറയുന്നത്. ബാക്കിയുള്ള 22, ആകെ 39 ബാക്കി 22 പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഈ ചരിത്ര കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകങ്ങളാണ്. മനസ്സിലായല്ലോ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ചരിത്രം. അപ്പം ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി യെരുശലേമിൽ വന്ന് യെരുശലേം ദേവാലയം പണിഞ്ഞ് ആരാധന ആരംഭിച്ച്, ആരുടെ നേതൃത്വത്തിൽ ആരാധന ആരംഭിച്ച്? എസ്രയുടെ നേതൃത്വത്തിൽ. എസ്ര എന്ന് പറയാൻ ശാസ്ത്രിയായിരുന്നു. ശാസ്ത്രി എന്ന് പറയുന്നത് ഈ തിരുവെഴുത്ത് റീറൈറ്റ് ചെയ്യുന്നവരെയാണ്, അത് എഴുതി എടുക്കുന്നവരെ ശാസ്ത്രിമാരെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ ആരാധന ആരംഭിച്ചു. അതിനുശേഷം നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ ദേവാലയത്തിന് ചുറ്റുമുള്ള മതിൽ പണിഞ്ഞു. ഈ ഭാഗം വരെയാണ് പഴയ നിയമഭാഗത്ത് പറയുന്ന ചരിത്രകാര്യങ്ങൾ. മനസ്സിലായല്ലോ. ഇനി നാം കാണുന്നത് എന്നാൽ അപ്പൊ ഇവിടം വരെ ഇവിടെ ഈ സമയത്ത് പിന്നെ ഇവിടുത്തെ ഭരണം ആരുടെ കയ്യിലാ? കോരശിന്റെ പിന്നെ ആൾക്കാർ. കോരശിന് ശേഷം പിന്നെ മറ്റ് രാജാക്കന്മാരും വന്നു. കോരശിന് ശേഷം വന്ന രാജാവ് ഞാനത് പിന്നീട് പറയാം. ഇപ്പൊ കോരശിന് ശേഷം പിന്നെ 2 രാജാക്കന്മാരോട് വന്നു, 2 പേരുള്ള രാജാക്കന്മാരോട് വന്നു. അപ്പൊ അങ്ങനെ അവരുടെ കാലഘട്ടം വരെയാണ് ഈ പഴയ നിയമത്തിൽ പറയുന്നത്. ഈ പഴയ നിയമം തീരുന്നത് പേർഷ്യൻ രാജാവിന്റെ ആധിപത്യം വരെയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവിന്റെ കാലത്ത് നാം കാണുന്നത് അപ്പോഴാരാ ഭരിക്കുന്നത്? ഹെരോദാവ്. ഹെരോദാവ് എന്ന് പറഞ്ഞാൽ റോമൻ ഭരണമാണ്, റോമൻ ഭരണം. അപ്പം പഴയ നിയമം അവസാനിക്കുന്നിടത്തെ ഭരണകർത്താക്കൾ എന്ന് പറയുന്നത് പേർഷ്യൻ രാജാവും, എന്നാൽ പുതിയ നിയമം തുടങ്ങുമ്പോൾ കർത്താവിന്റെ കാലത്ത് നാം കാണുന്നത് റോമൻ ഭരണമാണ്, റോമൻ ഭരണം. ഇപ്പൊ ഇതിന് മധ്യേ ഉള്ള സമയമാണ് 397 വർഷം എന്ന് പറയുന്നത്, അഥവാ 400ഓളം വർഷമാണ് ഈ 2 സംഭവങ്ങൾക്ക്, ഈ 2 ഭരണത്തിനും ഇടയ്ക്കുള്ള ഭരണം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ മലാഖിയുടെ പുസ്തകം അല്ലെങ്കിൽ പഴയ നിയമം അവസാനിക്കുന്നത് പേർഷ്യൻ രാജാവിന്റെ ആധിപത്യം വരെയാണ്. അത് മനസ്സിലായല്ലോ ഇവിടം വരെയാന്ന്. ജനം തിരികെ വന്ന് ആരാധന ആരംഭിക്കുന്നതിനും വരെ. അപ്പൊ അന്നത്തെ ഭരണാധികാരികൾ എന്ന് പറയുന്നത് പേർഷ്യൻ രാജാവ്. പിന്നീട് പുതിയ നിയമം നാം വായിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ നാം വായിക്കുന്ന കർത്താവിന്റെ ജനസമയത്തൊക്കെ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് റോമൻ സാമ്രാജ്യമാണ്, റോമൻ ഭരണാധികാരിയാണ്. റോമൻ ഭരണാധികാരി നിയോഗിച്ച നാട്ടുരാജാക്കന്മാരിൽ പെട്ടവരാണ് ഈ ഹെരോദാക്കന്മാരെന്ന് പറയുന്നത്. ഹെരോദാവ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അഗ്രിപ്പാവ് എന്ന് പറയുന്നതൊക്കെ നാട്ടുരാജാക്കന്മാരാ. മനസ്സിലായോ? പക്ഷെ ഭരണം എന്ന് പറയുന്ന ആരാ? റോമൻ. കർത്താവിന്റെ കാലത്തെ ഭരണത്തിന്റെ ചുമതലയുള്ളതെന്ന് പറഞ്ഞാൽ റോമൻ സാമ്രാജ്യമാണ്. ആ റോമൻ സാമ്രാജ്യത്തിലെ റോമറിലെ
കൈസർ നിയോഗിച്ച നാട്ടുരാജാക്കന്മാരാണ് ആരൊക്കെ? അഗ്രിപ്പാവും ഹെരോദാവും ഒക്കെ. അത് പിന്നീട് നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പം ഈ രണ്ട് സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ രണ്ട് ചരിത്ര പശ്ചാത്തലങ്ങൾക്ക് ഇടയിലുള്ള 400 വർഷമാണുള്ളത്. ഈ 400 വർഷവും മശിഹായുടെ വരവിനായിട്ട് ലോകം ഒരുങ്ങിക്കൊണ്ടിരുന്ന വർഷങ്ങളാണ്. അപ്പൊ മലാഖിയുടെ പുസ്തകം അല്ലെങ്കിൽ പഴയ നിയമഭാഗം അവസാനിക്കുന്നത് പേർഷ്യൻ രാജാവിന്റെ ആധിപത്യകാലത്താണ് അവസാനിക്കുന്നത്. എന്നാൽ പുതിയ നിയമം ആദ്യത്തെ പുസ്തകം തുടങ്ങുന്ന കാലത്തെ ഭരണമെന്ന് പറയുന്നത് റോമൻ ഭരണാധികാരിയായിരുന്നു. ഈ രണ്ട് ഭരണങ്ങൾക്കും മധ്യേ 400 വർഷത്തെ കാലഘട്ടമുണ്ട്. ഈ 400 കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ് നാം ഇനി കാണുവാനായിട്ട് പോകുന്നത്. ഇതുവരെ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടാവും? അതെ. മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ 400 വർഷത്തെ ഈ പീരീഡിന് പറയുന്ന പേരാണ് ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡ്. ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡ്. അപ്പം പുതിയ നിയമ ഭാഗത്തും പഴയ നിയമ ഭാഗത്തും രേഖപ്പെടുത്താത്ത ഒരു കാലഘട്ടം. എത്ര കൊല്ലോ? 397 അല്ലെങ്കിൽ 400ഓളം വർഷമാണ് ഇതിന് മധ്യേ ഉള്ളത്. ഈ കാലഘട്ടത്തിൽ പ്രധാനമായും 6 അധികാര സ്ഥാനങ്ങളാണ് ഭരണം നടത്തിയത്. അപ്പൊ 6 അധികാര സ്ഥാനങ്ങളാണ് ഈ 400 വർഷക്കാലത്തെ ഭരണം നടത്തിയത്. ഏതിനൊക്കെ മതിയേ? മലാഖിക്കും പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകത്തിനും മധ്യേ 400 വർഷക്കാലമുണ്ട്. ഇതിന് പറയുന്ന പേരാണ് ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡ് എന്ന് പറയുന്നത്. ആ ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡിൽ പ്രധാനമായും 6 ഭരണകർത്താക്കളാണ് ഭരണം നടത്തിയത്. ഒന്നാമത്തെ ഭരണം നടത്തിയത് നാം നേരത്തെ കണ്ടതുപോലെ ആരായിരുന്നു ആദ്യം? പേർഷ്യൻ രാജാവ്. വലിയ അവസാനിച്ച്. ഇപ്പൊ ഇന്റർ ടെസ്റ്റമെന്റിലെ ആദ്യത്തെ ഭരണകർത്താക്കൾ എന്ന് പറയുന്നത് പേർഷ്യ. ഇപ്പൊ പേർഷ്യൻ രാജാവിന്റെ ഈ സാമ്രാജ്യം എന്ന് പറയുന്നത് പടിഞ്ഞാറ് ഗ്രീസ് മുതൽ കിഴക്ക് ഇന്ത്യ വരെ വ്യാപിച്ച ഒരു വലിയ ദേശമായിരുന്നു റേഷ്യൻ ഭരണാധികാരികളുടെ ദേശം എന്ന് പറയുന്നത്. അപ്പം ഈ പേർഷ്യൻ രാജാവ് ഏതൊക്കെ രാജ്യത്തെ അടിമകളാക്കി? നേരത്തെ നമ്മൾ കണ്ടല്ലോ, അശൂരിനെയും ബാബേലിനെയും. ബാബേലിനെയും അശൂരിനെയും ഇവരെ കീഴടക്കിയിരുന്നു. അപ്പൊ അവരാണ് ഈ ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡിലെ ആദ്യത്തെ ശക്തി എന്ന് പറയുന്നത്. ആരാ? പേർഷ്യൻ രാജാവ്. അപ്പൊ പേർഷ്യൻ രാജാവായ കോരശ്, അതിനുശേഷം വന്ന രാജാവായിരുന്നു അഹശ്വേരോശ്. കേട്ടിട്ടുണ്ടല്ലോ ഈ വാക്ക്? ഈ പേരിൽ 2 പേരുണ്ടായിരുന്നു. അതിനുശേഷം ദാര്യാവേശ് എന്ന് പറയുന്ന 3 പേരുണ്ടായിരുന്നു. അതിനുശേഷം അർത്ഥസഷ്ടാവ്. ഈ വാക്കുകളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ഇവരെല്ലാം, ഈ രാജാക്കന്മാരെല്ലാം ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാ? പേർഷ്യൻ ഗ്രൂപ്പിൽപ്പെട്ടതാ. പേർഷ്യൻ രാജാക്കന്മാരായിരുന്നു. അപ്പൊ ഇവരൊക്കെയാണ് പിന്നീട് ഈ യെരുശലേമിനെ ഭരിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായോ? ഇപ്പൊ യെരുശലേം ഉൾപ്പെടുന്ന പ്രദേശം ഭരിച്ച ആളുകൾ എന്ന് പറയുന്നത് ആരായിരുന്നു ആ സമയത്ത്? പേർഷ്യൻ രാജാക്കന്മാരായിരുന്നു. ഈ പേർഷ്യൻ രാജാക്കന്മാരുടെ പേരുകളാണ് പറയുന്നത്. ആദ്യം കോരശ്, അത് കഴിഞ്ഞിട്ട് അഹശ്വേരോശ് എന്ന പേരിൽ 2 പേര്, അതിനുശേഷം ദാര്യാവേശ് എന്ന് പറയുന്ന പേരിൽ 3 പേര്, പിന്നെ അർത്ഥസഷ്ടാവ് എന്ന് പറയുന്ന ഒരാള്. ഇത്രയും ആളുകളാണ് ഈ സമയത്ത് ഭരണം നടത്തിയത്. അപ്പൊ ഇവര് യഹൂദന്മാരെ സഹായിച്ചവരാ. ഇപ്പൊ ഇസ്രായേലിൽ അപ്പോൾ താമസിക്കുന്ന ആളുകളെ വേണ്ട സപ്പോർട്ടൊക്കെ ചെയ്ത ആളുകളാണ് ഈ പേർഷ്യൻ രാജാക്കന്മാർ. തന്നെയുമല്ല, ഈ അവര് ദേവാലയം പണിക്ക് വേണ്ട സപ്പോർട്ടുകളും ചെയ്തവരാ. യെരുശലേം ദേവാലയം പണിയാനുള്ള സപ്പോർട്ടുകളൊക്കെ ഇവര് ചെയ്തു. അതേസമയം വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞു ഒരു കൂട്ടർ എവിടോട്ട് പോയെന്ന? അസൂരിൽ പോയവരുണ്ട്. അതും യഹൂദ ജനം തന്നെ. വടക്കേ രാജ്യത്ത് നിന്ന് പോയവരാ എവിടെ പോയത്? അസൂരിൽ പോയവർ. തെക്കേ രാജ്യമായ യഹൂദയിലുള്ളവരാണ് ബാബിലോണിൽ പോയത്. ഈ അസൂരിൽ പോയ യഹൂദന്മാരും തൊട്ടടുത്ത പ്രദേശത്തുള്ള ശമരിയാക്കാരുമായി മിങ്കിൾ ചെയ്യും. അവര് സങ്കരവർഗമായി. മനസ്സിലായോ? അപ്പൊ
അങ്ങനെ ഒരു സങ്കരവർഗം ഉണ്ടാകുകയും അവർ വേറൊരു ആരാധനയും തുടങ്ങി. യഹോവയായ ദൈവത്തെ അല്ലാതെ ആരാധിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഉണ്ടായ ഒരു പ്രത്യേക ഗ്രൂപ്പാണ് ഈ ശമരിയാക്കാരെന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ അശൂരിൽ പോയ യഹൂദന്മാരും പിന്നെ ശമരിയ പ്രദേശത്തുള്ള ആളുകളോട് ചേർന്ന് സങ്കരവർഗമായി ഉണ്ടായ ഒരു ഗ്രൂപ്പാണ് ശമരിയ. അതുകൊണ്ടാണ് ഈ ശമരിയായി കൂടെ യഹൂദന്മാർ പോകത്തില്ല. എന്ന് വെച്ചാൽ അവര് എന്താ പ്യുവർ അല്ല. അവരുടെ ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ ഈ യഹൂദന്മാരല്ലല്ലോ. യഹൂദന്മാരും ഈ ഈ പുറജാതിയിൽപ്പെട്ട ശമരിയാക്കാരും കൂടെ ചേർന്ന് മിങ്കിൾ ചെയ്തുണ്ടായ ഒരു പ്രത്യേക സമൂഹമായതുകൊണ്ട് യഹൂദന്മാരാരും അവരുടെ ദേശത്തൂടെ പോകത്തില്ല. അപ്പം ഈ കർത്താവൊക്കെ യാത്ര ചെയ്യുമ്പം ശമരിയ സ്ത്രീയെ കണ്ടത് അങ്ങനെ യഹൂദന്മാർ സാധാരണ പോകത്തില്ല. അവരാ ദേശം വിട്ട് കറങ്ങിയേ പോകത്തുള്ളൂ. ഇപ്പൊ തെക്കേ പ്രദേശത്ത് നിന്ന് വടക്കേ പ്രദേശത്ത് പോകണമെങ്കിൽ അതിന് നടുക്കായി ശമരിയ ക്രോസ് ചെയ്ത് പോകത്തില്ല. പോകാതിരിക്കാൻ വേണ്ടി അവർ കറങ്ങിത്തിരിഞ്ഞാ പോകുന്നു. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പൊ അങ്ങനെ ഈ ശമരിയ ഗ്രൂപ്പ് ഉണ്ടായത് അവിടെ ഒരു സങ്കരവർഗം. അവരാണ് പിന്നീട് ഒരു പ്രത്യേക പ്രാർത്ഥന യഹോവയായ ദൈവത്തെ അല്ലാതെ ആരാധിക്കുന്ന ഗ്രൂപ്പ്. അതുകൊണ്ടാണ് ഈ ശമരിയ സ്ത്രീ പറയുന്നത് ആ മലയിലുമല്ല ഈ മലയിലുമല്ല ഞങ്ങൾ ആരാധിക്കുന്നുള്ള ഭാഗമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെ അതിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സങ്കരവർഗം അവിടെ ഉണ്ടായി എന്നുള്ള കാര്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് വരണം. ഇതുപോലുള്ള സങ്കരവർഗം എവിടെല്ലാം ഉണ്ടായോ അവിടെ എല്ലാം അവര് പിറുപിറുപ്പും പ്രശ്നങ്ങളും ഉണ്ടാക്കി വരാം. അപ്പൊ മോശയുടെ കാലത്ത് ഇങ്ങനെ സങ്കരവർഗം ഉണ്ടായിരുന്നു. അവരാണ് ഈ മോശയെ കുറ്റം പറഞ്ഞവരല്ല. അല്ലാതെ മോശയുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ട പ്യുവർ യഹൂദന്മാരല്ല ബഹളം ഉണ്ടാക്കിയത് ഈ യാത്രയിലൊക്കെ. അവിടെയും സങ്കരവർഗം ഉണ്ടായിരുന്നു. അവരാണ് മോശയ്ക്ക് വിരോധമായി കൂട്ടം കൂടിയതും മോശയ്ക്ക് വിരോധമായി പിറുപിറുത്തതും. ഇതുപോലുള്ള സങ്കരവർഗം നാം പിന്നീട് കാണുന്ന നെഹമ്യാവിന്റെ കാലത്തും വന്നു. അവരാണ് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് യഹോവയെ ആരാധിക്കാത്ത ഒരു ഗ്രൂപ്പ് ഇതിന്റെ ഉള്ളിൽ നിന്നുണ്ടായി. അവരാണ് ഈ ദേശത്തെല്ലാം ഈ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടായത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പം ഈ 400 കൊല്ലത്തെ ആദ്യ ഭാഗം നിയന്ത്രിച്ചത് അല്ലെങ്കിൽ ഭരണം നടത്തിയത് ആരായിരുന്നു? പേർഷ്യൻ ആധിപത്യം. പേർഷ്യൻ ആധിപത്യത്തിൽ ആദ്യം കോരശ് അഥവാ സൈറസ്, അതിനുശേഷം അഹശ്വേരോശ്, അവർ 2 പേര്, അതിനുശേഷം ദാരിയാവേശ്, ഒരു 3 പേര്, അതിനുശേഷം അർത്ഥസൃഷ്ടാവ് സക്സസ്. ഇവരൊക്കെയാണ് ഈ പേർഷ്യൻ രാജാക്കന്മാരായി ഇവരെ നിയന്ത്രിച്ചത്. പിന്നെ ഇവരുടെ കാലഘട്ടത്തിൽ യഹൂദന്മാർക്ക് വേണ്ട സപ്പോർട്ട് ലഭിച്ചു. അവർ മടങ്ങി യെരുശലേമിൽ വരാൻ അനുവദിച്ചു, അവിടെ ദേവാലയം പണിയാൻ അനുവദിച്ചു. അതിന് വേണ്ട സപ്പോർട്ടുകളൊക്കെ ആര് ചെയ്തു? ഈ രാജാക്കന്മാർ ചെയ്തു. അതാണ് ഒന്നാമത്തെ കൂട്ടം. ഈ പേർഷ്യൻ രാജാവിന് ശേഷം 2ാമത് അധികാരത്തിൽ വന്ന ആളുകളാണ് ഗ്രീക്ക് ആധിപത്യം. അത് BC 333 മുതൽ 322 വരെയുള്ള സമയം. അപ്പൊ ഈ ഗ്രീക്ക് ആധിപത്യം എന്ന് പറയുന്നത് മഹാനായ അലക്സാണ്ടർ നേതൃത്വത്തിൽ ആ ദേശമെല്ലാം അലക്സാണ്ടർ പിടിച്ചടക്കി മുന്നോട്ട് വന്ന കാലഘട്ടം. അപ്പൊ അങ്ങനെ അന്ന് പ്രബലമായിരുന്ന എല്ലാ പ്രദേശങ്ങളും എല്ലാ രാജ്യങ്ങളും ഈ അലക്സാണ്ടർ കീഴടക്കി. അപ്പം പേർഷ്യൻ രാജ്യത്തിന്റെ കാലം കഴിഞ്ഞ് നിലവിൽ വന്ന ആധിപത്യമായിരുന്നു ഗ്രീക്കിലെ മഹാനായ അലക്സാണ്ടർ ആണ് അതിന് നേതൃത്വം നൽകിയത്. അന്ന് പ്രബലമായിരുന്ന എല്ലാ രാജ്യങ്ങളും ആര് കീഴടക്കി? ഈ അലക്സാണ്ടർ കീഴടക്കി. അങ്ങനെ കീഴടക്കപ്പെട്ട പ്രദേശങ്ങളായിരുന്നു ഈജിപ്റ്റ്, അസീറിയ, ബാബിലോൺ, പേർഷ്യ തുടങ്ങി അന്ന് നിലവിലുണ്ടായിരുന്ന അറിയപ്പെട്ട എല്ലാ രാജ്യങ്ങളും അലക്സാണ്ടർ കീഴടക്കി. അപ്പൊ ആ കൂട്ടത്തിൽപ്പെട്ടതായിരുന്നു ഈ ബാബിലോണും അസീരിയയും ഒക്കെ. ഇങ്ങനെയുള്ള ആ പ്രദേശത്തെ എല്ലാ ഭാഗങ്ങളും അലക്സാണ്ടറുടെ കീഴിൽ വന്നു. അപ്പൊ ഈ അലക്സാണ്ടറുടെ ഭരണം കൊണ്ട് പല നേട്ടങ്ങളും ആ കാലഘട്ടത്തിൽ ഉണ്ടായി, പല ഗുണങ്ങളും ഉണ്ടായി. അതിൽ ഒന്നെന്ന് പറയുന്നത് ഈ പ്രമുഖമായ എല്ലാ രാജ്യങ്ങളും അലക്സാണ്ടറുടെ അണ്ടറിൽ വന്നപ്പോൾ ഈ ഗ്രീക്ക് സംസ്കാരം ഈ പ്രദേശത്തെല്ലാം വ്യാപിക്കുവാനിടയായി. ഒന്നാമത്തെ ഗുണമായിരുന്നു ഗ്രീക്ക് സംസ്കാരം ആ പ്രദേശത്തെല്ലാം വ്യാപിച്ചു. 2ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഗ്രീക്ക് സംസ്കാരത്തോടു കൂടി തന്നെ ഗ്രീക്ക് ഭാഷയും പ്രചരിച്ചു. അപ്പൊ ഒരു കോമൺ ഭാഷ എന്നുള്ള നിലയിൽ ഈ ഗ്രീക്ക് വന്നു. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ കോമൺ ഭാഷ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷാണ്, അല്ലേ? അപ്പൊ എന്ന് പറയുന്നത് പോലെ
ഒരു ഇംഗ്ലീഷ് ഇന്ന് നാം ഉപയോഗിക്കുന്നത് പോലെ അന്ന് ഈ പല പ്രദേശങ്ങളും ഗ്രീക്കുകാരുടെ അണ്ടറിൽ വന്നതുകൊണ്ട് അവരുടെ ഭാഷയായ ഗ്രീക്ക് ഭാഷ ഈ രാജ്യത്തെല്ലാം പ്രചരിക്കുവാൻ കാരണമായി. അതൊരു പോസിറ്റീവായിരുന്നു. അതുകൊണ്ട് നാം കാണുന്നത് പൊതുഭാഷ എന്നുള്ള നിലയിൽ ഗ്രീക്ക് ഭാഷ പ്രചരിച്ചു, പൊതുഭാഷ. അപ്പൊ അതിന് യഹൂദന്മാർക്കുണ്ടായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, യഹൂദന്മാരെ ഈ അലക്സാണ്ടർ ബഹുമാനിക്കുകയും അതുപോലെ തന്നെ വേണ്ട അംഗീകാരവും നൽകി. അപ്പം അലക്സാണ്ടർ യഹൂദന്മാർക്ക് വേണ്ട അംഗീകാരവും ബഹുമാനവും നൽകി. തന്നെയുമല്ല, ഇദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു സിറ്റി ഈജിപ്തിലുണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹം പിടിച്ചടക്ക രാജ്യങ്ങളിൽ പെടുന്നതാണ് ഈജിപ്റ്റ്, അസീറിയ, ബാബിലോൺ, പേർഷ്യ. ഇതെല്ലാം ആര് പിടിച്ചടക്കിയതാ? ഈ അലക്സാണ്ടർ പിടിച്ചടക്കിയതാ. അതില് ഈ ഈജിപ്തിലൊരു പട്ടണം ഇദ്ദേഹത്തിന്റെ പേരിൽ തുടങ്ങിയതാണ് അലക്സാണ്ട്രിയ എന്ന് പറയുന്നത്. ഈ അലക്സാണ്ട്രിയ എന്ന് പറയുന്ന പട്ടണത്തെ അന്നത്തെ ഒരു സാംസ്കാരിക കേന്ദ്രമായി അറിയപ്പെടുന്നു. അപ്പൊ അങ്ങനെ ഇന്റലക്ച്വൽ ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമായി അലക്സാണ്ട്രിയ മാറ്റി. അവിടെയൊക്കെ ആരെ കൊണ്ടുപോയി? ഈ യഹൂദന്മാരിൽ തന്നെ പ്രബലരായ അല്ലെങ്കിൽ കൊള്ളാവുന്ന ആളുകളെയെല്ലാം ഇദ്ദേഹം അലക്സാണ്ട്രിയയിലേക്ക് മാറ്റി അവിടെ താമസിപ്പിച്ചു. അങ്ങനെ പൊതുവെ നോക്കിയാൽ യഹൂദന്മാർക്ക് നല്ല കാര്യങ്ങളാണ് ആര് ചെയ്തത്? അലക്സാണ്ടർ ചെയ്തത്. ഇപ്പൊ തന്നെയുമല്ല, അപ്പൊ അങ്ങനെ യഹൂദന്മാർക്ക് നല്ല കാര്യം, എന്താ, യഹൂദന്മാരെ റെസ്പെക്ട് ചെയ്ത ഒരു രാജാവായിരുന്നു അലക്സാണ്ടർ ദ ഗ്രേറ്റ്. എന്നാൽ 33-ാമത്തെ വയസ്സിൽ അകാലത്തിൽ ഇദ്ദേഹം മരിച്ചുപോയി. അപ്പം രണ്ടാമത് ഈ പ്രദേശത്ത് ആധിപത്യം വന്ന രാജാവായിരുന്നു, അല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിച്ച ഒരു 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 സിസ്റ്റമായിരുന്നു ഗ്രീക്ക്. അപ്പൊ ആദ്യത്തെ ഏതായിരുന്നു? പേർഷ്യ കഴിഞ്ഞിട്ട് ഈ യെരുശലേമുള്ള ഭാഗത്തിന്റെ ആധിപത്യം ഏറ്റെടുത്തത് ഗ്രീക്ക് ആയിരുന്നു. ഗ്രീക്കിലെ ആര്? അലക്സാണ്ടർ ദ ഗ്രേറ്റ്. ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ കാലം എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് നല്ലതായിരുന്നു. പ്രത്യേകത അല്ലെങ്കിൽ ഗുണമായിട്ട് ഉപയോഗിച്ച രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഗ്രീക്ക് സംസ്കാരം അവിടെ എല്ലാം വ്യാപിക്കുവാനിടയായി. രണ്ടാമത്, ഗ്രീക്ക് ഭാഷ പൊതു ഭാഷയായിട്ട് അവിടെ എല്ലാം നിലവിൽ വന്നു. ഇതാണ് ആ കാലഘട്ടത്തിൽ നടന്നത്. അതിനുശേഷം നാം കാണുന്നത് 33-ാമത്തെ വയസ്സിൽ അലക്സാണ്ടർ മരിച്ചുപോയി, കാലത്തിൽ മരിച്ചു. അതിനുശേഷം അലക്സാണ്ടറുടെ 4 ജനറൽമാർ ഈ അധികാരം പങ്കിട്ടെടുത്തു. ഇപ്പൊ ഈ അലക്സാണ്ടർ രാജ്യങ്ങളെല്ലാം അലക്സാണ്ടർ മരിച്ചതോടുകൂടി അനാഥമായി. പിന്നീട് ആ പ്രദേശം ഭരിക്കുവാനായിട്ട് വന്നത് അലക്സാണ്ടറുടെ 4 ജനറൽമാരാണ്, സൈന്യത്തിലെ ജനറൽമാരാണ് അലക്സാണ്ടർക്ക് ശേഷം ആ രാജ്യങ്ങൾ ഭരിക്കുവാനായിട്ട് വന്നത്. അതില് 4 പ്രധാനപ്പെട്ട ആളുകൾ, ആകെ 8 പേരായിരുന്നു ഉള്ളത്. അതിൽ 4 പേരുടെ പേര് പ്രത്യേകം നാം ശ്രദ്ധിക്കണം. 1 ടോളമി, 2 സെലൂക്കസ്, 3 കസാണ്ടർ, 4 ആന്റിഗോണസ്. ഇങ്ങനെയുള്ള 4 പേരാണ് ഈ ജനറൽമാരായിട്ട് പിന്നീട് ഭരണം നടത്തിയത്. അല്ല, മനസ്സിലാകുന്നല്ലോ. അപ്പോൾ അലക്സാണ്ടർ മരിച്ചപ്പോൾ അലക്സാണ്ടർക്ക് വേറെ പിൻഗാമി ഇല്ലായിരുന്നു. പിൻഗാമി ഇല്ലാഞ്ഞതുകൊണ്ട് അലക്സാണ്ടറുടെ സൈന്യ ജനറൽമാരായ 4 പേര് അലക്സാണ്ടർ ഭരണം നടത്തിക്കൊണ്ടിരുന്ന പ്രദേശം അവർ ഡിവൈഡ് ചെയ്ത് ഭരണം ഏറ്റെടുത്തു. അങ്ങനെ ഏറ്റെടുത്തവരിൽ 4 പേരുടെ പേര് ഞാനിവിടെ പറഞ്ഞല്ലോ. അതിൽ 2 പേരാണ് യഹൂദന്മാരുമായി ബന്ധപ്പെടേണ്ടി വന്നത് പിന്നീട്. എന്ന് പറഞ്ഞാൽ ഈ യെരുശലേം ഉൾപ്പെടുന്ന പ്രദേശത്തിനോട് ചേർന്നുള്ളത് 2 ഭാഗമായിരുന്നു. ഒന്ന് ഈജിപ്തും മറ്റേ സിറിയയും. ഇപ്പൊ സിറിയയും ഈജിപ്തുമാണ് ഈ യെരുശലേമിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. അപ്പൊ അതുകൊണ്ട് ഈജിപ്തിന്റെയും സിറിയയുടെയും ഭരണം കിട്ടിയ 2 ജനറൽമാരാണ് പിന്നീട് ഏതിനെ സ്വാധീനിച്ചത്? ഇസ്രയേൽ മക്കളെ, അല്ലെ യഹൂദ ജനത്തെ സ്വാധീനിച്ചത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായി. അപ്പം ഈ 400 കൊല്ലത്തിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്ന ഭരണം നടത്തിയത് ആരാ? പേർഷ്യക്കാര്, പേർഷ്യൻ രാജാക്കന്മാര്, കോരശ്, അതിനുശേഷമുള്ള അഹശ്വേരോശ്, ദാര്യാവേശ്, അർത്ഥസൃഷ്ടാവ് എന്ന് പറയുന്ന പേരുകളിലുള്ള ആളുകൾ.
ശരി ശരി. അവരുടെ കാലഘട്ടത്തിൽ യഹൂദന്മാർക്ക് നല്ലതായിരുന്നു. നല്ലതാണെന്ന് പറയാൻ കാര്യം അവര് മടങ്ങി യെരുശലേമിൽ വരാനുള്ള അനുവാദം കൊടുത്തു. യെരുശലേമിലേക്ക് കൊണ്ടുവരാൻ സമ്മതിച്ചു. ദേവാലയം പണിയാനുള്ള അനുവാദം കൊടുത്തു. അതിന് വേണ്ട സപ്പോർട്ടും ചെയ്തു. അത് പൊതുവെ നോക്കിയാൽ ഈ പേർഷ്യൻ രാജാക്കന്മാരെ യഹൂദന്മാർക്ക് അനുകൂലമായിരുന്നു. പിന്നെ രണ്ടാമത് വന്ന ഭരണമായിരുന്നു ഈ പേർഷ്യൻ രാജാവിനെ തോൽപ്പിച്ച് ഭരണത്തിൽ വന്നാണ് അലക്സാണ്ടർ. ഈ അലക്സാണ്ടർ എന്ന് പറയുന്നത് ഇതിൽപ്പെടുന്ന ആളാണ്, ഗ്രീക്ക് രാജ്യത്തിൽ. ഇപ്പോ ഗ്രീക്ക് ആധിപത്യം വന്നു. ഇപ്പൊ ഗ്രീക്ക് ആധിപത്യം വന്നപ്പോൾ അതും യഹൂദന്മാർക്ക് ഗുണമായി. ഏതെല്ലാം വിധത്തില? ഗ്രീക്ക് സംസ്കാരം അവിടെ എല്ലാം വ്യാപിച്ചു. പിന്നെ അലക്സാണ്ടർ അവിടെയുള്ള പ്രബലമായ എല്ലാ രാജ്യങ്ങളും കീഴടക്കിയത് കൊണ്ട് ഗ്രീക്ക് ഭാഷ പൊതുഭാഷയായിട്ട് അവിടെ എല്ലാം നിലവിൽ വന്നു. ഇത്രയും മനസ്സിലായി. അപ്പം അങ്ങനെ അലക്സാണ്ടർ കാലവും ആർക്ക് നല്ലതായിരുന്നു? യഹൂദന്മാർക്ക് നല്ലതായിരുന്നു. അതിനുശേഷം അലക്സാണ്ടർ മരിച്ചു. എന്നാൽ അലക്സാണ്ടർക്ക് പിൻഗാമിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അലക്സാണ്ടറുടെ 4 ജനറൽമാരാണ് പിന്നീട് ഭരണം നടത്തിയത്. ഈ രാജ്യം അവർ വിഭജിച്ച് എടുത്തു. അലക്സാണ്ടർ നേരത്തെ ഒന്നിച്ച് നടത്തിക്കൊണ്ടിരുന്ന സ്ഥലങ്ങള് ഇവര് 4 പേര് വീതിച്ചെടുത്തു. കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നതിൽ 4 പേരാണ് പ്രബലന്മാര്. അവരുടെ പേരുകള് ടോളമി, 2 സെലൂക്കസ്, കസാൻഡർ, ആന്റിഗോണസ്. ഇത്രയും 4 പേര് ഈ പ്രദേശങ്ങൾ വീതിച്ചെടുത്ത് ഭരണം നടത്തി. അതിൽ 2 പേരാണ് യഹൂദന്മാരെ ബാധിച്ചത്. ഏതൊക്കെയാ? ഈ യെരുശലേമിനോട് തൊട്ടുകിടക്കുന്ന ഈജിപ്റ്റ് ഭരിച്ച ടോളമിയും പിന്നെ സിറിയ ഭരിച്ച സെലൂക്കസും. ഈ 2 പേരുടെ ഭരണമാണ് പിന്നീട് യഹൂദന്മാരുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. അപ്പം രണ്ടാമത് ഈ ഭാഗത്ത് നിലവിൽ വന്ന ഡൈനാസ്റ്റി ആയിരുന്നു ഏത്? ഗ്രീക്ക് ആധിപത്യം. അപ്പൊ അതിൽ പ്രധാനി എന്ന് പറയുന്നത് അലക്സാണ്ടർ ആയിരുന്നു. അലക്സാണ്ടറുടെ കാലഘട്ടം യഹൂദന്മാർക്ക് പൊതുവെ നല്ലതായിരുന്നു. അപ്പൊ മനസ്സിലായല്ലോ. ഇനി മൂന്നാമത് വന്നതാണ് ഈ ഈജിപ്തിന്റെ ഭരണം ഏറ്റെടുത്ത ടോളമി. ഇപ്പൊ ഈ ടോളമി എന്ന് പറയുന്ന ആരാ? ഇപ്പം അലക്സാണ്ടറുടെ ജനറൽമാരിൽ ഒരാളാണ്. മനസ്സിലായല്ലോ, ടോളമി. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് BC 323 മുതൽ 203 വരെയുള്ള ഭാഗം. ഇപ്പൊ അലക്സാണ്ടറുടെ ജനറൽമാരിൽ ഒരുവനായ ടോളമിയാണ് പിന്നീട് ഈജിപ്തിന്റെ ഭരണം ഏറ്റെടുത്തത്. ആ ഈജിപ്തുകാരെ ഏത് കീഴടക്കി? യെരുശലേമിന്റെ ഭാഗം കീഴടക്കി. മനസ്സിലായി? അതുകൊണ്ടാണ് ഈ ടോളമിയുടെ ആധിപത്യം ആരുടെ മേൽ വന്നത്? യഹൂദന്മാരുടെ മേൽ വന്നത്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായി. ഇപ്പോ ആദ്യം പേർഷ്യക്കാര്, രണ്ടാമത് ഗ്രീക്കുകാര്, ഗ്രീക്കിന് ശേഷം വന്നത് ടോളമി അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ ആധിപത്യം. ഈ ഈജിപ്ഷ്യൻ ആധിപത്യം എന്ന് പറയുന്നത് ടോളമി എന്ന് പറയുന്ന ആരായിരുന്നു? അലക്സാണ്ടറുടെ 4 ജനറൽമാരിൽ ഒരാള്. അപ്പൊ അങ്ങനെ ടോളമിമാര്. അപ്പൊ ടോളമി എന്നുള്ള പേരിൽ 7 പേരുണ്ടായിരുന്നു. ടോളമി എന്ന് പറയുന്ന പേരിൽ 7 പേരുണ്ടായിരുന്നു. അവരാണ് യെരുശലേമിന്റെ ഭരണം ഏറ്റെടുത്തത്. ഈ ടോളമിയുടെ കാലഘട്ടവും യഹൂദന്മാർക്ക് നല്ലതായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഈ ടോളമി എവിടുത്തെ രാജാവായിരുന്നു? ഈജിപ്തിന്റെ ഭാഗം കൈയടക്കിയ ജനറൽ. മനസ്സിലായോ? ഇപ്പൊ ഈജിപ്തും ഈ പ്രദേശമെല്ലാം നേരത്തെ ആരുടെയിലായിരുന്നു? അലക്സാണ്ടർ ആയിരുന്നു. ഈ അലക്സാണ്ടർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഈജിപ്തിന്റെ ഭാഗം ആരെടുത്തു? ടോളമി എടുത്തു. സിറിയയുടെ ഭാഗം ആരെടുത്തു? സെലൂക്കസ് എടുത്തു. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പം ഈ യെരുശലേമുമായി ബന്ധപ്പെട്ട ഈ 2 ഭാഗങ്ങളേ ഉള്ളൂ തൊട്ട് കിടക്കുന്നത്. ഒന്ന് ഈജിപ്തും മറ്റേ സിറിയയും. അപ്പം പിന്നീട് ഈ അലക്സാണ്ടർക്ക് ശേഷം യെരുശലേമിനെ നിയന്ത്രിച്ച അധികാരമായിരുന്നു ഈജിപ്ഷ്യൻ ആധിപത്യം അഥവാ ടോളമി. മനസ്സിലായല്ലോ. ഇപ്പൊ ടോളമി എന്നുള്ള പേരിൽ 7 പേര് ഭരണം നടത്തി. ഇപ്പൊ ഈ കാലഘട്ടം യഹൂദന്മാർക്ക് നല്ലതായിരുന്നു. എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഗുണങ്ങൾ യഹൂദന്മാർക്ക് വേണ്ടി ചെയ്തു. അതിലൊന്നാണ് യഹൂദന്മാർക്ക് ആരാധിക്കുവാനുള്ള സിനഗോഗുകൾ ഈ ടോളമി നിർമ്മിച്ചു കൊടുത്തു. സിനഗോഗുകൾ നിർമ്മിച്ചു കൊടുത്തു. പിന്നീട് രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ അന്നത്തെ നിലവിലുണ്ടായിരുന്ന പൊതുവിലുള്ള ഭാഷ എന്ന് പറയുന്നത് ഏതായിരുന്നു? ഗ്രീക്ക്.
എബ്രായ ഭാഷയിൽ ഉണ്ടായിരുന്ന പഴയ നിയമ ഭാഗങ്ങൾ ഗ്രീക്ക് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഈ സമയത്താണ്. മനസ്സിലായി? അപ്പം ഗ്രീക്ക് ഭാഷ അന്ന് പ്രബലമായി. അങ്ങനെ ഒരു പൊതുഭാഷ എന്നുള്ള നിലയിൽ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷയായിട്ട് ഏത് വന്നു? ഗ്രീക്ക് ഭാഷ വന്നു. അപ്പൊ അതുകൊണ്ട് എബ്രായ ഭാഷ അധികം ആളുകൾ ഉപയോഗിക്കുന്നില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഗ്രീക്ക് ഭാഷയിലേക്ക് എബ്രായ ഭാഷയിൽ നിന്ന് പരിവർത്തനം ചെയ്യുവാനായിട്ട് ഈ ടോളമി വേണ്ട പ്രയത്നം ചെയ്തു. അതിനായിട്ട് 70 പേരെ നിയോഗിച്ചു. ഈ പഴയ നിയമഭാഗം പുതിയ ഈ ഗ്രീക്കിലേക്ക് തർജ്ജിമ ചെയ്യുവാനായിട്ട് 70 പേരെ നിയോഗിച്ചു. അങ്ങനെ നിയോഗിച്ച് ഉണ്ടാക്കിയതിനെയാണ് സെപ്റ്റജിന്റുകൾ എന്ന് പറയുന്നത്. സെപ്റ്റജിന്റുകൾ. അപ്പോ എബ്രായ ഭാഷയിൽ ഉണ്ടായിരുന്ന പഴയ നിയമഭാഗം ഗ്രീക്ക് ഭാഷയിലേക്ക് 70 പേരെ ഏർപ്പെടുത്തി അവര് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇതിനെയാണ് സെപ്റ്റജന്റുകൾ എന്ന് പറയുന്നത്. സെപ്റ്റജന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് 70 ഇപ്പൊ 70 പേര് ചേർന്ന് പരിഭാഷപ്പെടുത്തിയത് കൊണ്ടാണ് സെപ്റ്റജന്റുകൾ എന്ന് പറയുന്നത്. ഇതാണ് എബ്രായ ഭാഷയിലെ ആദ്യത്തെ വേദഭാഗം. മനസ്സിലായല്ലോ? അപ്പൊ പഴയ നിയമഭാഗം എഴുതപ്പെട്ടത് എബ്രായ ഭാഷയിലായിരുന്നു. അതില് 70 പേര് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിന് പറയുന്ന പേരാണ് സെപ്റ്റജന്റുകൾ. ഇതാണ് ഗ്രീക്ക് ഭാഷയിലെ ആദ്യത്തെ വേദഭാഗം. മനസ്സിലായല്ലോ? അപ്പം യഹൂദന്മാർക്ക് അതും ഗുണമായി, നല്ലതായി. അപ്പം കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയിലേക്ക് പഴയ നിയമം അല്ലെങ്കിൽ തിരുവെഴുത്തുകൾ പരിഭാഷപ്പെടുത്തി. അങ്ങനെ ആളുകളിലേക്ക് കൂടുതൽ ദൈവത്തിനെ ഇറങ്ങി ചെല്ലുവാനായിട്ട് കാരണമാണ്. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. നാം എവിടെ, ഞാൻ നേരത്തെയും നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ഈ തിരുവചനവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇത് ആർക്കിഷ്ടമല്ല. തിരുവചനം പറയുന്ന പഴയ നിയമത്തിൽ പറയുന്നത് സാത്താന്റെ ആവിർഭാവമെങ്കിൽ പുതിയ നിയമം പറയുന്ന ഈ സാത്താനെ തകർത്ത കാര്യമാണ് പറയുന്നത്. ഇത് മനുഷ്യന് മനസ്സിലാക്കുവാൻ സാത്താൻ ഇഷ്ടമല്ല. അപ്പൊ അത് ഇവിടെ സംഭവിച്ചു. ഈ സെപ്റ്റജന്റ് എന്ന് പറയുന്ന ആ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതോടുകൂടി യഹൂദന്മാരുടെ നല്ല കാലം കഴിഞ്ഞു. പറഞ്ഞ മനസ്സിലായോ? ഇത് കൂടുതൽ ആളുകൾ വായിക്കുന്ന, അറിയുന്ന ഭാഷയിലേക്ക് തിരുവചനം പരിഭാഷപ്പെട്ട് കൂടുതൽ ആളുകൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ ആർക്കിഷ്ടപ്പെട്ടില്ല? അതിന്റെ എതിർ ശക്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് ഭരണം വന്നതാണ് സിറിയയുടെ ആധിപത്യത്തിലേക്ക് വന്നു. അപ്പം ഈജിപ്തിന്റെ ഭരണം, അതിന്മേൽ സിറിയ ആധിപത്യം വന്നു. ആ സിറിയ അന്ന് ഭരിക്കുന്ന ആരാ? സെലൂക്കസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആദ്യം പേർഷ്യ, അത് കഴിഞ്ഞിട്ട് ഗ്രീക്ക്, അത് കഴിഞ്ഞിട്ട് ഈജിപ്റ്റ്, ടോളമിക്ക് ശേഷം സിറിയയുടെ ഭാഗം ഭരിച്ചിരുന്ന സെലൂക്കസ്. അപ്പൊ അതാണ് നാലാമത്തത്. ഈ സെലൂക്കസ്, പിന്നെ സെലൂക്കസ്, ആന്റിയോക്കസ് എന്നീ പേരുകളിലാണ് രാജാക്കന്മാര് ഭരണം നടത്തിയത്. ഇവര് യഹൂദന്മാർക്ക് എന്തെല്ലാം ദോഷം ചെയ്യാമോ അതെല്ലാം ചെയ്തു. ഇപ്പൊ ബാക്കിയുള്ള പേർഷ്യക്കാരും അതുപോലെ തന്നെ ഗ്രീക്കുകാരും അതുപോലെ ഈജിപ്തുകാരും ഒക്കെ നല്ലത് ചെയ്തു. എന്നാൽ പിന്നീട് വന്ന ഈ സിറിയയുടെ ആധിപത്യത്തിലുണ്ടായിരുന്ന സെലൂക്കസ് വന്നപ്പോൾ യഹൂദന്മാർക്ക് എന്തെല്ലാം ദ്രോഹം ചെയ്യാമോ അതെല്ലാം ചെയ്തു. എന്ന് പറഞ്ഞാൽ യെരുശലേം ദേവാലയം ഏതെല്ലാം രീതിയിൽ മലിനപ്പെടുത്താമോ അങ്ങനെയുള്ള എല്ലാ തരത്തിലും ദേവാലയം മലിനപ്പെടുത്തി കളഞ്ഞു. അവിടെ പന്നികളെ കൊണ്ടുവന്ന് യാഗം കഴിച്ചു. അതുപോലെ ദേവാലയം ഏതെല്ലാം വിധത്തിൽ അശുദ്ധമാക്കാമോ അങ്ങനെയെല്ലാം ചെയ്യുവാനിടയായി. തന്നെയുമല്ല, ശബത്തിൽ ഈ യഹൂദന്മാരെ ആക്രമിച്ചു. അവർക്ക് ഈ സെലൂക്കസിന് അറിയാം, ശബത്തില് യഹൂദന്മാരെ ഒന്നിനും പോകത്തില്ല, യുദ്ധം വന്നാലോ ഒന്നിനും ഇറങ്ങി പുറപ്പെടുത്തില്ല. അങ്ങനെ സാധാരണയായിട്ട് ശബത്തിൽ ഒന്നും ചെയ്തില്ല. ഇവിടെ നാം കാണുന്ന സെലൂക്കസ് ശബത്തിലാണ് ഇവരെ ആക്രമിച്ചത്. എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലും യഹൂദന്മാർക്ക് വിരോധമായി പ്രവർത്തിച്ച ഒരു രാജാവായിരുന്നു ഈ സെലൂക്കസ്. അതാണ് സിറിയയുടെ ആധിപത്യത്തിലേക്ക് വന്നത്. ഇപ്പൊ 4 ആധിപത്യം പറഞ്ഞു. തുടങ്ങിയത് പേർഷ്യ, പിന്നെ ഗ്രീക്ക്, മൂന്നാമത്തത്
ഈജിപ്റ്റ്, മൂന്നാമത്തത് ഈജിപ്റ്റ്, ഈജിപ്റ്റ്, നാലാമത്തത് സിറിയ. സിറിയ, സിറിയ. സിറിയ. ഈ സിറിയയുടെ നേതൃത്വത്തിൽ വന്നപ്പോൾ ഏതെല്ലാം വിധത്തിൽ യഹൂദന്മാരെ ദ്രോഹിക്കാമോ അതെല്ലാം സിറിയക്കാര് ചെയ്തു. അതിന് നേതൃത്വം നൽകിയത് സെലൂക്കസായിരുന്നു. അപ്പൊ അങ്ങനെ സിറിയയുടെ ആധിപത്യത്തിൽ യഹൂദജനം വളരെയധികം പ്രയാസപ്പെട്ടു, വളരെയധികം യാതനകള് ഉണ്ടായി. ഈ സമയം ഇത് സഹിക്കാൻ വയ്യാതെ ഒരു കൂട്ടം യഹൂദന്മാർ സിറിയക്കെതിരെ ഇറങ്ങി പുറപ്പെട്ടു. മനസ്സിലായോ? ഇപ്പൊ സിറിയയുടെ യാതന അല്ലെങ്കിൽ അവരുടെ ഉപദ്രവം ഒരു വിധത്തിലും സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഒരു കൂട്ടം യഹൂദന്മാർ, ആരുടെ നേതൃത്വത്തിലാണെന്ന് പറയാം, യഹൂദന്മാരിൽ മത്താത്തിയോസ് എന്ന ഒരു വയോധികനായ പുരോഹിതന്റെ നേതൃത്വത്തിൽ എഗൻസ്റ്റ് ആയിട്ട് ഇറങ്ങി പുറപ്പെട്ടു. ആർക്ക് എഗൻസ്റ്റ്? സിറിയക്ക് എതിരായിട്ട്. ഒരു നിവൃത്തിയും ഇല്ലാതെ അപ്പൊ അവരുടെ ഉപദ്രവം കൂടിക്കൂടി വന്നപ്പോ അതിനെ എതിർത്ത് യഹൂദന്മാരുടെ ഒരു കൂട്ടർ ഇറങ്ങി പുറപ്പെട്ടു. അത് ആരുടെ നേതൃത്വത്തിലാ? മത്താത്തിയോസ് എന്ന് പറയുന്ന ഒരു വയോധികനായ പുരോഹിതന്റെ നേതൃത്വത്തിൽ. എന്നുവെച്ചാൽ യഹൂദന്മാരെ അതുപോലെ കഷ്ടപ്പെടുത്തി. ഈ കഷ്ടപ്പാട് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഇവരിറങ്ങി പുറപ്പെട്ടു അവർക്കെതിരെ, ഈ സിറിയക്കെതിരെ. അതിന് നേതൃത്വം നൽകിയതാണ് മത്താത്തിയോസ്. അതൊരു പുരോഹിതനായിരുന്നു, വയോധികനായ ഒരു പുരോഹിതൻ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ 5 മക്കളും ഇറങ്ങി പുറപ്പെട്ടു. അവര് പിന്നീട് ഗറില്ല യുദ്ധങ്ങൾ ചെയ്തു. ഈ 5 മക്കള്, ചെറുപ്പക്കാരായ മക്കള് ഈ സിറിയക്കെതിരെ ഗറില്ല യുദ്ധങ്ങൾ ആസൂത്രണം ചെയ്ത് സിറിയക്കെതിരെ പ്രവർത്തിച്ചു. അതില് ഈ 5 മക്കളിൽ മൂത്തവനായ യൂദാസ് മക്കാബിയോസ് എന്ന് പറയുന്ന മകൻ ഇതിന് നേതൃത്വം നൽകി. ഈ അപ്പന്റെ പേരാണ് നേരത്തെ മത്താദിയോസ്. ഈ മത്താദിയോസിന് 5 മക്കളായിരുന്നു. ഈ മത്താദിയോസും 5 മക്കളും കൂടെ നേതൃത്വത്തിൽ ഈ സിറിയക്കെതിരെ എങ്ങനെയുള്ള ഗറില്ല യുദ്ധം ആസൂത്രണം ചെയ്തു. എന്ന് വെച്ചാൽ ഒരു വിധത്തിലും ഇവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഈ സിറിയക്കെതിരെ അവര് എതിർക്കാൻ തുടങ്ങി. അപ്പൊ അതിന് നേതൃത്വം നൽകിയത് ഈ അപ്പനായ മത്താദിയോസും പിന്നെ 5 മക്കളുമാണ്. ഈ 5 മക്കളിൽ മൂത്തവനായ യൂദാസ് മക്കാബിയോസ് എന്ന് പറയുന്ന ആള് ഇതിനെല്ലാം വീണ്ടും നേതൃത്വം നൽകി. അതുകൊണ്ട് ഈ റിവോൾട്ടിന് പറയുന്ന പേരാണ് മക്കാബിയൻ റിവോൾട്ട്. മക്കാബിയൻ റിവോൾട്ട് എന്നോട് പറയാം. മക്കാബിയൻ റിവോൾട്ട് എന്ന് പേര് വരാൻ കാരണം ഈ സിറിയയുടെ ഈ എന്താ എതിർപ്പ് അല്ലെങ്കിൽ അവരുടെ ഉപദ്രവം സഹിക്ക വയ്യാതെ യഹൂദന്മാരിൽ ഒരു കൂട്ടര് സിറിയക്കെതിരെ ഇറങ്ങി പുറപ്പെട്ടു. അതിന് നേതൃത്വം നൽകിയത് മത്താത്തിയോസ് എന്ന് പറയുന്ന വയോധികനായ ഒരു പുരോഹിതനായിരുന്നു. ഈ പുരോഹിതന്റെ 5 മക്കളിൽ മൂത്തവനായ യൂദാസ് മക്കാബിയോസ് എന്ന് പറയുന്ന ആള് പിന്നീടുള്ള ഈ ലഹളയ്ക്ക് നേതൃത്വം നൽകി. അതുകൊണ്ട് ഈ ലഹളയെ അറിയപ്പെടുന്നത് മക്കാബിയൻ റിവോൾട്ട് എന്ന പേരിലാണ്. മനസ്സിലായല്ലോ? അങ്ങനെ ഈ മക്കാബിയൻ റിവോൾട്ട് അല്ലെങ്കിൽ ഇവരുടെ ലഹള മൂലം ഈ സിറിയക്ക് ഇട്ടേച്ചു പോകേണ്ടതായിട്ട് വന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ പറഞ്ഞാൽ സിറിയയുടെ അധികാരം ആര് പിടിച്ചടക്കി? ഈ റിവോൾട്ടുകാര് പിടിച്ചടക്കി. അപ്പൊ ഒരു വിധത്തിലും സിറിയയുടെ ഈ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റാതെ വന്നപ്പോഴാണ്, നിവൃത്തിയില്ലാതെ ആണ് ഇവര് റിവോൾട്ടിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. ആ റിവോൾട്ടിന്റെ പേരാണ് മക്കാബിയൻ റിവോൾട്ട്. അപ്പൊ അങ്ങനെ ഇവരെ സിറിയക്കെതിരെ പൊരുതി സിറിയയിൽ നിന്ന് അധികാരം പിടിച്ചെടുത്തു. ആരാ പിടിച്ചെടുത്തത്? ഇവര് തീവ്രവാദി ഗ്രൂപ്പ് എന്ന് വേണേൽ പറയാം. അന്ന് നിലവിലുണ്ടായിരുന്ന സിറിയൻ ഭരണത്തിനെതിരെ ഈ ഇങ്ങനെയുള്ള സമരം നയിച്ച് അവരിൽ നിന്ന് ഇവര് അധികാരം പിടിച്ചടക്കി. ആരാ പിടിച്ചടക്കിയേ? ഈ പുരോഹിതനും 5 മക്കളും അവരുടെ കൂട്ടരും. അങ്ങനെ സിറിയയുടെ ഭരണം അവസാനിച്ചു. പിന്നെ ആരുടെ കയ്യിലായി? ഈ യഹൂദന്മാരുടെ കയ്യിൽ. അല്ലെങ്കിൽ ഈ മക്കാബിയൻ ആ ഒരു കാലഘട്ട റിവോൾട്ടിന് ശേഷം ഭരണം തിരിച്ചു പിടിച്ചു. അങ്ങനെ ഭരണം തിരിച്ചു പിടിച്ചതിന് ശേഷം ഇവര് സഭയെ ശുദ്ധീകരിച്ചു, പുനർസമർപ്പണം ചെയ്തു. അങ്ങനെ പുതിയ ഒരു ഭരണക്രമം നിലവിൽ വന്നു. അങ്ങനെ അവർ സ്ഥാപിച്ച
ക്രമത്തിന്റെ പേരായിരുന്നു ഹസ്മോണിയൻ പീരീഡ് എന്ന് പറയുന്നത്. ഹസ്മോണിയൻ ഭരണം. ഹസ്മോണിയൻ, ഒന്നുകൂടെ പറയാ, ഈ സിറിയയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ യഹൂദന്മാര് സിറിയക്കെതിരെ പ്രവർത്തനം ആരംഭിച്ചു, റിവോൾട്ട് ആരംഭിച്ചു. അതിന് നേതൃത്വം നൽകിയത് മത്താതിയോസ് എന്ന് പറയുന്ന വയോധികനായ ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ 5 മക്കളും അതിന് നേതൃത്വം നൽകി. അതിൽ മൂത്തവനായ യൂദാസ് മക്കാബിയോസ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആ റിവോൾട്ട് തുടർന്നു. അതുകൊണ്ട് ഈ ഒരു ലഹളയെ മക്കാബിയൻ റിവോൾട്ട് എന്നറിയപ്പെടുന്നു. അങ്ങനെ മക്കാബിയൻ റിവോൾട്ട് പ്രകാരം സിറിയയിൽ നിന്ന് അധികാരം ഈ കൂട്ടർ പിടിച്ചെടുത്ത് നിലവിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും പുനഃസ്ഥാപിച്ചു. ആരാധന നിന്നുപോയത് പുനഃസ്ഥാപിച്ചു. പിന്നെ അതുപോലെ തന്നെ ദേവാലയം ശുദ്ധീകരിച്ച് വീണ്ടും സമർപ്പിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവരുടെ നേതൃത്വത്തിൽ നൽകി. അപ്പൊ അങ്ങനെ ഒരു പുതിയ ഭരണക്രമം അവിടെ വന്നു. ആ ഭരണക്രമത്തിന് പറയുന്ന പേരാണ് ഹസ്മോണിയൻ പീരീഡ്. ഹസ്മോണിയൻ പീരീഡിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ മഹാപുരോഹിതനും രാജാവും ഒരാളാണ്. 2 ശക്തിയില്ല. നേരത്തെ രാജാവ് വേറെയും പുരോഹിതന്മാർ ആ ഒരു കാറ്റഗറി വേറെയുമായിരുന്നു. ഈ ഹസ്മോണിയൻ പീരീഡ് ആരംഭിച്ചതോടുകൂടി ഇത് രണ്ടും ഒരാളായി. മനസ്സിലായല്ലോ? ഈ ഒരു പുരോഹിതന്റെ നേതൃത്വത്തിലായി ഈ പ്രശ്നം തുടങ്ങിയത്. ആ പുരോഹിതനും 5 മക്കളും പിന്നെ അവരുടെ കൂടെയുള്ള ആളുകളുമായിട്ട് ചേർന്നാണ് ഈ സിറിയക്കാരിൽ നിന്ന് അധികാരം പിടിച്ചെടുത്തു. പിന്നെ ദേവാലയം ശുദ്ധീകരിച്ചു. പിന്നെ അവരെ സമർപ്പണം ചെയ്തു. അങ്ങനെ പുതിയൊരു ഭരണക്രമം കൊണ്ടുവന്നു. അങ്ങനെ പുതിയ ഭരണക്രമത്തിന്റെ പേരാണ് ഹസ്മോണിയൻ ഭരണക്രമം. ഈ ഹസ്മോണിയൻ ഭരണക്രമം എന്ന് പറയുന്നത് അവിടെ 2 ശക്തികളില്ല. രാജാവും പുരോഹിതന്മാരും വേറെയല്ല, ഈ രണ്ടും ഒരാള്. അങ്ങനെയുള്ള ഒരു ഭരണക്രമത്തിലായി വീണ്ടും യെരുശലേം ഭാഗം. ഇപ്പൊ മനസ്സിലായോ? 5 ശക്തികളെ പറ്റിയാ പറഞ്ഞു. ഒന്ന് തുടങ്ങുന്നത് പേർഷ്യ, രണ്ടാമത്തത് ഗ്രീക്ക്, മൂന്നാമത്തത് ഈജിപ്റ്റ്, നാലാമത്തത് സിറിയ, 5-മത്തത് മക്കാബിയൻ കാലഘട്ടം അല്ലെങ്കിൽ പീരീഡ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നും പറയാം. അല്ലെങ്കിൽ അന്നത്തെ ഭരണക്രമത്തിന് പറയുന്ന പേരാണ് ഹസ്മോണിയൻ പീരീഡ്. ഹസ്മോണിയൻ ഭരണക്രമത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാജാവും പുരോഹിതനും ഒരാൾ, ഒരു ശക്തിയേ ഉള്ളൂ. ഈ 2 കാര്യം, ആത്മീയ കാര്യവും ചെയ്യും, ഭരണക്രമവും ആള് തന്നെ ചെയ്യും. അങ്ങനെയുള്ള ഒരു ഭരണക്രമത്തിലേക്ക് വന്നു. അതാണ് 5-മത്തെ ശക്തിയായിട്ട് നാം അറിയപ്പെടുന്നത്. 6-മത്തേതായി കടന്നു വന്നതാണ് റോമൻ സാമ്രാജ്യം. അപ്പൊ ഈ 400 കൊല്ലത്തെ ആ ഗ്യാപ്പിൽ 6 ഭരണക്രമങ്ങളാണ് നിലവിൽ വന്നത്. പേർഷ്യ, പിന്നീട് ഗ്രീക്ക്, ഈജിപ്റ്റ്, സിറിയ, പിന്നെ പീരീഡ് ഓഫ് ഇൻഡിപെൻഡൻസ് അതായത് മക്കാബിയൻ പീരീഡ്. പിന്നെ അടുത്തതാണ് റോമൻ ആധിപത്യം. റോമൻ ആധിപത്യം എന്ന് പറയുന്നത് BC 63 മുതൽ കർത്താവിന്റെ കാലം വരെ. ഇതാണ് റോമൻ ആധിപത്യം. അപ്പം ഈ 400 വർഷത്തെ ഈ ഗ്യാപ്പ് ആരൊക്കെ ഭരിച്ചു? ഈ 6 കൂട്ടരാണ് ഭരിച്ചത്. മനസ്സിലായല്ലോ? ഈ 400 കാലഘട്ടത്തില് അല്ലെങ്കിൽ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്കുള്ള 400 വർഷത്തെ കാലഘട്ടം ഈ 6 അധികാരങ്ങളാണ് നിലവിൽ വന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ അധികാര കേന്ദ്രമായിരുന്ന റോമൻ ആധിപത്യം. റോമൻ ആധിപത്യ സമയത്ത് നാം കാണുന്നത്, അന്ന് ഈ റോമൻ ഭരണാധികാരിയായിരുന്ന പോംബി ഈ ദേശം പിടിച്ചടക്കി. ആരിൽ നിന്ന്? ഈ മക്കാബിയൻ ഭരണത്തിൽ നിന്ന് റോമൻ ഭരണാധികാരിയായിരുന്ന പോംബി ഈ യെരുശലേമിന്റെ ഭരണം ഏറ്റെടുത്തു. പോംബി പിന്നീട് ഈ യെരുശലേം ദേവാലയം എല്ലാം കേടുപാടുകൾ വരുത്തി. അങ്ങനെ പോംബിയുടെ നേതൃത്വത്തിലാണ് ഈ റോമൻ സാമ്രാജ്യം ആരംഭിച്ചത്. അതിനുശേഷം കൈസർ എന്ന പേരിൽ റോമൻ രാജാക്കന്മാർ ഭരണം നടത്തി. അപ്പം 6-മത്തെ ശക്തിയായിട്ട് റോമൻ ഭരണാധികാരി വന്നു. റോമൻ ഭരണാധികാരിയിൽ ആദ്യം ആരംഭിച്ചത് പോംബി ആയിരുന്നു. പോംബിക്ക് ശേഷം
റോമൻ ഭരണാധികാരികളുടെ പേരായിരുന്നു കൈസർ. കൈസർ എന്നുള്ള പേരിലാണ് ഭരണം നടത്തിയത്. ഈ കൈസർ ഭരണം ആരംഭിച്ചപ്പോഴാണ് ഈ കൈസർ അല്ലെ റോമൻ ആധിപത്യം എന്ന് പറയുന്നത് വലിയ സാമ്രാജ്യമായിരുന്നു. അപ്പൊ അവരുടെ ഭരണത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് പിന്നീട് ഓരോ പ്രദേശത്തും നാട്ടുരാജാക്കന്മാരെ നിയമിച്ചത്. അപ്പം ഏറ്റവും ടോപ്പിലാരാ? കൈസർ, റോമൻ ചക്രവർത്തിയായ കൈസർ. കൈസറുടെ ഭരണക്രമം അല്ലെങ്കിൽ ഭരണം കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടി ഓരോ പ്രദേശത്തും നാട്ടുരാജാക്കന്മാരെ നിയോഗിച്ചു. അങ്ങനെ നിയോഗിക്കപ്പെട്ട രാജാക്കന്മാരിൽപ്പെട്ടവരാണ് അഗ്രിപ്പാവും ഹെരോദാവും ഒക്കെ. മനസ്സിലായി? അപ്പം കർത്താവ് ജനിച്ചപ്പോൾ അവിടുത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് ഹെരോദാവായിരുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ 400 കൊല്ലത്തെ ചരിത്രത്തിൽ പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു അത് ഇത്രയും പറഞ്ഞപ്പോൾ സമയത്തിരി ആയതുകൊണ്ട് നിങ്ങളെല്ലാം ക്ഷീണിച്ച് കാണുമെന്ന് എനിക്കറിയാം. എന്നിരുന്നാൽ പോലും ഇതൊരു കണ്ടിന്യൂവേഷൻ വരാൻ വേണ്ടിയാണ് ഇത്രയും അങ്ങ് നീട്ടിയത്. അപ്പം ഈ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ഭാഗത്ത് നമുക്ക് പറയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ റോമൻ ആധിപത്യം മനസ്സിലായല്ലോ. റോമൻ ആധിപത്യം വരെ 6 ഭരണക്രമമാണ് ഈ 400 വർഷത്തിൽ ഉണ്ടായിരുന്നത്. അപ്പം റോമൻ ആധിപത്യ സമയത്താണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. ഇപ്പൊ കർത്താവിന്റെ സമയത്ത് ഹെരോദാവൊക്കെ ഈ റോമൻ ആധിപത്യത്തിൽപ്പെട്ട ആളാണ്. അപ്പം ഇതാണ് ചരിത്രം. അപ്പം നമ്മൾ പഴയ നിയമം കണ്ടു, പുതിയ നിയമം ആരംഭിക്കുന്നതിന് മുമ്പുള്ള 400 കൊല്ലം. 400 കൊല്ലം ഭരണം നടത്തിയത് 6 വിഭാഗക്കാരാണ്. 6 വിഭാഗക്കാർ ആരാണെന്ന് നമ്മൾ കണ്ടു. കർത്താവിന്റെ കാലം വന്നപ്പോൾ ഭരണം നടത്തിയതാണ് റോമൻ സാമ്രാജ്യം. റോമൻ സാമ്രാജ്യത്തിന്റെ നാട്ടുരാജാക്കന്മാരിൽപ്പെട്ട ആളാണ് ഹെരോദാവ്. ഹെരോദാവായിരുന്നു കർത്താവ് ജനന സമയത്ത് അന്ന് ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇത്രയും ദീർഘമായതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം ക്ഷീണിച്ച് കാണും. പിന്നെ ഇതിലെന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ടിഞ്ചു ഇതെല്ലാം നിങ്ങൾക്ക് എത്തിച്ചു തരും. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് ഇത് പറഞ്ഞിട്ടല്ലേ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാം. അങ്ങനെ അത് കേട്ടിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അറിയിച്ചാൽ അത് കുറച്ചുകൂടെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. എന്തായാലും നമ്മുടെ വേദപുസ്തക പഠനത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നത് എപ്പോഴും നല്ലതാകും. ഇപ്പൊ ഈ 400 കൊല്ലത്തെ കാര്യം പഴയ നിയമത്തിലുമില്ല, പുതിയ നിയമത്തിലുമില്ല. നമ്മൾ ഈ 400 കൊല്ലത്തെ ഈ ചരിത്രങ്ങൾ എടുക്കുന്നത് ചരിത്ര പുസ്തകങ്ങളിൽ നിന്നാണ്. അങ്ങനെ നാം പഠിക്കുമ്പോൾ നമ്മുടെ പഠനം കുറച്ചുകൂടെ അർത്ഥവത്താകും, നമ്മുടെ പഠനത്തിന് സഹായകരമാകും എന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം ക്ഷമയോട് കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം തമ്പുരാൻ ധാരാളമായി എല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കട്ടെ.